പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നോമ്പുകാല ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയ ബോധ്യം, ഈശോയുടെ കൂടെ ആയിരിക്കാനൊക്കെ സാധിച്ച ഈ സമയത്തിന് വീണ്ടും വീണ്ടും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്ന് ഈ ലാസ്റ്റ് ദിവസത്തെ നമ്മുടെ വചന ധ്യാനം, ഒപ്പം തന്നെ നമ്മുടെ ആരാധന എല്ലാം വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇനി മുമ്പോട്ടുള്ള നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ ഏറ്റവും പരിശുദ്ധമായിട്ട് ജീവിക്കാൻ, വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ ഈ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആർക്ക് വേണ്ടി എല്ലാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ അതെല്ലാം എല്ലാവർക്കും ശക്തിയായിട്ട് മാറട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ ദിവസങ്ങളൊക്കെ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ നമുക്ക് വേണ്ടി ഇനിയും തുടർന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ദിവസത്തെ ഈ ധ്യാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച വചനഭാഗങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു നോട്ട് ബുക്കൊക്കെ കയ്യിൽ വെച്ചിരുന്നു. അതിലെഴുതി വെച്ച കുഞ്ഞു വചനങ്ങളും ബോധ്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ, നോമ്പിൻ്റെ ദിവസങ്ങൾ, ഈ വർഷത്തെ നോമ്പ് പൂർത്തിയാകുന്നവരെ എല്ലാ ദിവസമൊക്കെ എടുത്ത് ഇടയ്ക്ക് തുറന്നു നോക്കുകയും വായിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങളൊക്കെ പേഴ്സണലായിട്ടൊക്കെ ഒന്ന് ധ്യാനിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ ഹോംവർക്കുകളൊക്കെ തന്നിരുന്നു. നമ്മൾ ആദ്യ ദിവസം അങ്ങനെ മുതൽ ഓരോ വചനഭാഗങ്ങളൊക്കെ ലൂക്ക 22, 23, സങ്കീർത്തനങ്ങൾ 32, 51 ഒക്കെ വായിക്കാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ വായിച്ചു. ഇനിയും ഈ ദിവസങ്ങളിലൊക്കെ അത് കൂടുതലായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വലിയൊരു അനുഗ്രഹമായിട്ടത് മാറും മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം, ഏറ്റവും ആദ്യ ദിവസം നമ്മൾ പത്രോസിലേക്കുള്ള ഒരു മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം നമ്മൾ ആ കൂടുതൽ കൃപയിൽ വളരുമ്പോൾ ചില സമയത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള അപ്രതീക്ഷിതമായ കുരിശുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്നലെ വളരെ സുന്ദരമായിട്ടാണ് നമ്മൾ നമ്മുടെ ആ നല്ല കള്ളനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചത്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന എല്ലാ ബോധ്യങ്ങൾക്കും നന്ദി പറയാം. മുന്നോട്ടുള്ള ജീവിതവും ഏറ്റവും അനുഗ്രഹമായി തീരണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിൻ്റെ കാരുണ്യം എപ്പോഴും ഓർക്കുക. നമ്മൾ ഓരോ പാപങ്ങൾ ചെയ്തു പോകുമ്പോഴും, നമ്മളിപ്പോൾ ഒരു വേദനയിൽ നിൽക്കുമ്പോഴും ഈശോയ്ക്ക് നമ്മളോടുള്ള വിശ്വസ്തത, ആ കാരുണ്യം എപ്പോഴും ഓർക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഈ കള്ളൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു കൃപയും ഒരു കാരുണ്യത്തിനും അർഹതയില്ലാത്ത ഒരാളായിട്ട് ലോകം വിധി കൽപ്പിക്കുന്ന ഒരാളായിരിക്കാം. നമ്മുടെ ലൈഫിലേക്കൊക്കെ നോക്കിയാൽ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കാം. ഈശോയെ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയപ്പെടാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഈ ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ നാഥാൻ പ്രവാചകൻ പോയി പറയുന്നുണ്ട്, ദാവീദേ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്, ദൈവം നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യം കൊടുക്കുകയാണ്. അപ്പോൾ ദാവീദ് ശരിക്കും വീടിനകത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കർത്താവിനെ ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ച് നന്ദി പറയുന്നുണ്ട്. കർത്താവേ, നീ എന്നെ ഒത്തിരി സഹായിച്ചു, എൻ്റെ രാജ്യം സുസ്ഥിരമാക്കി, എൻ്റെ മകനെ സിംഹാസനത്തിന് അവകാശിയാക്കി, ചെങ്കോൽ എൻ്റെ കുടുംബത്തെ വിട്ടു പോവില്ല എന്നൊക്കെ വാഗ്ദാനം തന്നു. കർത്താവേ, അതിനുശേഷം ഇങ്ങനെ ദാവീദ് പറയാണ്, കർത്താവേ, അങ്ങ് ഇത്രമാത്രം അനുഗ്രഹിക്കാൻ, അങ്ങ് ഇത്രമാത്രം കരുതാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുണ്ട്. വലിയൊരു പ്രാർത്ഥനയാണ്. നിഷ്കളങ്കതയോടെ എളിമയോടുകൂടി ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും എന്നെ സ്നേഹിക്കാനും, ഇത്ര എന്നെ കരുതാനും, ഇത്ര എന്നെ കാത്തു പരിപാലിക്കാനും കർത്താവേ ഞാനൊന്നും അല്ല. നമ്മളൊരു പാട്ടിലൊക്കെ ഇങ്ങനെ പാടുന്നില്ലേ, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു, ഇത്രമേൽ സ്നേഹിച്ചിടാൻ നീ എന്നിൽ എന്ത് കണ്ടു, എന്ത് യോഗ്യത കണ്ടു. നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും, കർത്താവേ, ഇത്രയും കാരുണ്യം കാണിക്കാൻ, വീണ്ടും ഒരു നോമ്പുകാലം കൂടെ ആചരിക്കാൻ, ഒരു ദിവസം കൂടെ ജീവിക്കാൻ, ഒരു ധ്യാനത്തിൽ കൂടെ പങ്കെടുക്കാനും അങ്ങ് എന്നിൽ എന്ത് നന്മ കണ്ടു. ഈ പാപമൊക്കെ ക്ഷമിച്ചപ്പോൾ ഇനി എന്തങ്ങനെ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തായ ഒരു കാരുണ്യം കൊണ്ട്, അളവില്ലാതെ നിർത്താത്തൊരു സ്നേഹം കൊണ്ട് ഈശോ നമ്മളെല്ലാം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ മാത്രമല്ല, ഈ ഒരു വർഷം മുഴുവൻ, അടുത്ത നോമ്പുകാലം വരെ ഒരു വിശുദ്ധിയിൽ, അഭിഷേകത്തിൽ, അഭിമാനത്തിൽ, സന്തോഷത്തിൽ, ആനന്ദത്തിൽ ജീവിക്കാൻ ഈ ഒരൊറ്റ കാരണം മതി. ഈശോ കാരുണ്യം ചൊരിയുന്നു, ഈശോ കരുണയോടെ നിന്നെ കടാക്ഷിക്കുന്നു. പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് തിമോത്തിക്ക് കത്തെഴുതുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വചനം നമുക്കൊന്ന് എടുക്കാം. തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ദൈവകൃപയ്ക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ എഴുതുകയാണ്. നമ്മൾ ഈ ധ്യാനം ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും ഈശോയുടെ മുമ്പിൽ ഈ ധ്യാനം കൂടിയതിൻ്റെ കാര്യത്തിൽ മാത്രം നന്ദി പറയല്ല, ജീവിതം മുഴുവൻ കർത്താവ് തന്നതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കണം. ആ ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ശുശ്രൂഷയിലേക്ക് അടക്കാം. 1 തിമോത്തി 1:12 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്താണ് പൗലോസ്ലീഹയുടെ ആദ്യത്തെ ബോധ്യം? എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. പീഡാനുഭവ വാരങ്ങളിലേക്കൊക്കെ നമ്മൾ കിടക്കും.
ഇല്ല, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോലും ചിന്തിക്കണം എന്നുള്ളൊരു ആഹ്വാനം നമുക്കുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ തന്നെ വേദനകൾ ഒത്തിരി ചിന്തിക്കാനുണ്ടാകാം. നമ്മൾ വീണുപോയ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദനയെക്കുറിച്ചോ തോറ്റുപോയ സമയങ്ങളെക്കുറിച്ചൊന്നല്ല ഓർക്കേണ്ടത്. പൗലോസ്ലീഹ പറയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയാണ്. വീഴ്ചകളുണ്ടായി, പരാജയങ്ങളുണ്ടായി, തളർന്നുപോയി, ശരീരവും മനസ്സും ആത്മാവൊക്കെ ക്ഷയിച്ചു. പക്ഷേ കർത്താവ് ബലമായിട്ട് കൂടെ നിന്നു. അവൻ്റെ ശക്തിയെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വചനം ഒന്നുകൂടെ വായിച്ചേ. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. മുൻപോട്ടുള്ള നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കണം. കർത്താവ് ശക്തിപ്പെടുത്തും എന്നുള്ള ബോധ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടങ്ങ് ജീവിക്കണം. അടുത്ത വചനം വായിച്ചേ. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി പരിഗണിച്ചു. പ്രിയപ്പെട്ട സ്വരങ്ങളെ നോക്ക്. ഈശോയോട് നമ്മൾ ചോദിക്കുകയാണ്, ഈശോയെ ഈ പാപമൊക്കെ ക്ഷമിച്ച് എന്തിനാ? എനിക്ക് വീണ്ടും വീണ്ടും അവസരം തന്നത് എന്തിനാ? എന്നെ വീണ്ടും വീണ്ടും സ്നേഹിച്ചത് എന്തിനാ? എനിക്ക് വേണ്ടി എന്തിനാ കുരിശിൽ മരിച്ചത്? എനിക്ക് വേണ്ടി എന്തിനാ ഈ പാടുപീടകളൊക്കെ സഹിച്ചത്? ഒറ്റ കാര്യം പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, അവൻ നിന്നെ വിശ്വസ്തനായി വിശ്വസ്തയായി കണക്കാക്കുന്നു. ഇനി നീ പാപം ചെയ്യില്ല എന്ന് കർത്താവ് വിശ്വസിക്കുന്നു. അപ്പോൾ അഭിനയ സ്ത്രീയെ ഈശോ മാപ്പ് കൊടുക്കുന്ന സാഹചര്യം നമ്മൾ വായിക്കുന്നില്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ. മേലിൽ പാപം ചെയ്യരുത്. അവളിലൊരു വിശ്വാസമാണ് ഈശോയ്ക്ക്. എന്തിനാ ഈശോ എന്നോട് കാരുണ്യം കാണിച്ചത്? എന്തിനാ നിങ്ങളോട് പാപം ക്ഷമിച്ചത്? ഈശോയ്ക്ക് ഒറ്റ ബോധ്യം, നീ വിശ്വസ്തനായിരിക്കും, നീ വിശ്വസ്തയായിരിക്കും. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ശക്തി നൽകുന്നത്. എന്നെ കർത്താവ് വിശ്വസ്തനായി പരിഗണിക്കുന്നു. ഇനി വിശുദ്ധിയിൽ ജീവിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെ തുടർന്നുള്ള ദിവസങ്ങൾ പരിശുദ്ധിയിൽ അങ്ങ് ജീവിക്കാൻ ശക്തി നൽകേണ്ട ഒറ്റ പ്രചോദന ശക്തി, പ്രേരക ശക്തി ഇതാണ്. ഈശോ എന്നെ വിശ്വസ്തനായി കാണുന്നു. ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ പാപം ചെയ്തിനി ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സഹനത്തിൻ്റെ വേദന കൂട്ടത്തില്ല. ഈശോ എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ വില ഞാൻ വെറുതെ ആക്കില്ല എന്ന് ഈശോ നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്നു. പൗലോസ്ലീഹ ആ വിശ്വാസം എന്നെ ഏറ്റുപറയാണ്. എന്നെ അവൻ വിശ്വസ്തനായി കണക്കാക്കി. തുടർന്നുള്ള വാക്യം 13-ാം വാക്യം ഇങ്ങനെയാണ്, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ്ലീഹ പറയുന്നത് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതം ഇന്നലെ നമ്മൾ നല്ല കളനെക്കുറിച്ച് ചിന്തിച്ച പോലെ, മുമ്പ് ഞാൻ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിച്ചു, ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു ഈശോയെ, ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തി, മറ്റുള്ളവരെ വേദനിപ്പിച്ചു, ആഗ്രഹമില്ലായിരുന്നിട്ടും ചില തെറ്റുകളിലേക്കൊക്കെ ഞാൻ വീണ്ടും വീണ്ടും വീണുപോയി, ചില ആസക്തികളിൽ ഞാൻ വീണുപോയി. എന്നാൽ നോക്കിയേ, മുമ്പ് ഞാൻ ഇതൊക്കെ ചെയ്തെങ്കിലും എനിക്കിപ്പോൾ കർത്താവ് കരുണ ചൊരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള കാരണമായിട്ട് പൗലോസ്ലീഹ പറയാണ്, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്, എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയ തെറ്റുകളാണ്. പൗലോസ്ലീഹ നിഷ്കളങ്കതയോടുകൂടി പറയാണ്, നമുക്ക് അത്രയൊക്കെ നിഷ്കളങ്കത ഉണ്ടാവോ? ഈശോ എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ട് പറ്റിപ്പോയതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ഓർക്കണേ, ഈശോയുടെ കാരുണ്യം അത്രയും വലുതാണ്. പക്ഷേ ഈ പൗലോസ്ലീഹ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ കാരുണ്യവും കർത്താവിൻ്റെ കാഠിന്യവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന്. ക്ഷമിക്കുമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുതെന്ന്. പാപം ചെയ്യാതിരിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ക്ഷമിച്ചു, സ്നേഹിച്ചു, കരുണ ചൊരിഞ്ഞു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ജ്ഞാനം 15-2-3. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ ഇനിമേൽ പാപം ചെയ്യില്ല. പാപം ചെയ്യാതിരിക്കാനുള്ള കാരണം ഭയമല്ല, വല്ല അനുഗ്രഹമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പാപം ചെയ്യാതിരിക്കല്ല. ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവിടുന്ന് എന്നെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞാൻ ഇനിമേൽ പാപം ചെയ്യില്ല. പൗലോസ്ലീഹ പറയാണ്, എനിക്ക് കരുണ ലഭിച്ചു. അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകളാണ്, കർത്താവ് അതെല്ലാം ക്ഷമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈശോ ഏറ്റവും കൂടുതൽ ഉപമകൾ പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലൂക്കാസ് സുവിശേഷത്തിലാണ്. പ്രധാനപ്പെട്ട കഥകൾ, പ്രധാനപ്പെട്ട ഉപമകൾ ഈശോ പറയുന്നുണ്ട്. ഈ ഒറ്റ തീമിൽ ഒരു 3 കഥകൾ പറയുന്നില്ലേ? കാണാതായ നാണയം, കാണാതായ ആട്, പിന്നെ ഇറങ്ങിപ്പോയ, മറ്റൊരു വാക്കിൽ ചിന്തിച്ചാൽ കാണാതെ പോകുന്ന ഈ മകൻ. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നാണയം കാണാതെ പോകുമ്പോൾ, ആടിനെ കാണാതെ പോകുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരാൾക്കാണിത് തന്നെ നഷ്ടപ്പെട്ടതെന്ന് ചിന്തിച്ചോ? ലൂക്കാസ് സുവിശേഷം നിങ്ങളത് വായിച്ചിട്ടുണ്ടല്ലോ 15-ാമത്തെ അധ്യായത്തിൽ. ഒരാൾക്കാണിത് 3 നഷ്ടപ്പെട്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രൂപ നാണയം നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആട്ടുകുഞ്ഞിനെ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു. 3നോടും നമ്മൾ ഒരേ വാല്യൂ അല്ല കൊടുത്തേക്കുന്നത്. 1 രൂപ നാണയം നഷ്ടപ്പെട്ടാൽ ഉള്ള സങ്കടമാണോ ആടിനെ നഷ്ടപ്പെട്ടാലുള്ള സങ്കടം? അതിനെക്കാട്ടും എത്രയോ മടങ്ങാണ് മകനെ നഷ്ടപ്പെട്ടാലുള്ള സങ്കടം. ഇത് 3 നഷ്ടപ്പെട്ട് നിൽക്കാമെന്ന് വിചാരിക്കുക. ഈ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ഉപമകൾ എങ്ങനെയാണ്? ഈ ആടിനെ നഷ്ടപ്പെട്ടപ്പോഴും നാണയം നഷ്ടപ്പെട്ട സമയത്തും ഈ ഉടമസ്ഥൻ അന്വേഷിച്ചിറങ്ങുകയാണ്. നോക്കി, ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസകന രഹസ്യങ്ങളൊക്കെ ധ്യാനിക്കുന്ന ആരാധനക്രമത്തിലൊക്കെ നമ്മളിങ്ങനെ കടന്ന് ചിന്തിച്ചു പോകാറുണ്ട്.
ഈശോ സഹിച്ച ഏറ്റവും വലിയ പീഡാസഹനം എന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്തകരൊക്കെ പറയാറുണ്ട്, ദൈവമായിരുന്നിട്ടും അവൻ അത് ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സഹനം. ആ സഹനത്തിൻ്റെ ഇടയിൽ ഈശോ ശരിക്കും വന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചിറങ്ങി വന്നതാണെന്ന് വലിയ ചിന്തകരൊക്കെ ബൈബിൾ പണ്ഡിതരൊക്കെ പറയുന്നതാണ്. ഈശോ ഈ പീഡ സഹിച്ച മുഴുവൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അവൻ എന്നെ അന്വേഷിച്ചിറങ്ങി വന്നു എന്ന്. ഈശോ തന്നെ പറയുന്നില്ലേ, നീതിമാന്മാരെ തേടി അല്ലല്ലോ പാപികളെ തേടിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്. പാപികളെ ആദ്യം സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും, നിങ്ങളെക്കാട്ടും മുമ്പേ പാപികൾ അവിടെ ഉണ്ടാകുമെന്നൊക്കെ ഈശോ പറയുന്നത്. തേടി വന്നതാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, ഈശോയുടെ പീഡാസഹന മരണത്തെക്കുറിച്ചൊക്കെ ഓർക്കണം, ഇത് ഈശോ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പൗലോസിലെ പറയുന്നുണ്ട്, അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് സ്വയം ശൂന്യവൽക്കരിച്ച് തന്നെ താഴ്ത്തി, കുരിശു മരണം വരെ താഴ്ത്തി. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തേ? നമ്മളെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി. ഈ ഉപമകൾ ചിന്തിക്കുമ്പോൾ ഓർക്കണം, പ്രത്യേകിച്ച് നോമ്പുകാലത്ത് ഈശോ നമ്മളെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ഈശോ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്, അവസരങ്ങൾ തരുന്നുണ്ട്. നമുക്കൊരു തിരിച്ചറിവില്ലാത്ത ഒരു സമയത്താണ് ഈ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അറിയില്ലാതെ തെറ്റുകളെ ചെയ്തിരിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടപ്പെട്ടിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്. ഈശോ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. നാണയം പോയപ്പോഴും ആടിനെ പോയപ്പോഴും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നാണയത്തേക്കാൾ ഈ ആട്ടിൻകുഞ്ഞിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് മകൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ അന്വേഷിച്ചിറങ്ങില്ലേ? ഉപമ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അപ്പൻ അന്വേഷിച്ചിറങ്ങുന്നില്ല, പകരം കാത്തിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും എന്തൊരു വലിയ ക്രൂരതയാണല്ലേ. ഒരു രൂപ നാണയം പോയപ്പോൾ അന്വേഷിക്കുന്നു, വിളക്കൊക്കെ കൊളുത്തി കട്ടിലടിയിലൊക്കെ തപ്പി എടുക്കുന്നു. ആട്ടിനെ കാണാണ്ട് പോയപ്പോൾ 99 വിട്ടു പോകുന്നൊരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഈശോ പിന്നീട് പറയുന്നുണ്ട്. ഒരെണ്ണത്തെ അന്വേഷിച്ചിറങ്ങണം. അത്രയും തീക്ഷ്ണത, അത്രയും സ്നേഹം. ഈ മകനെ അതിനെക്കാട്ട് സ്നേഹത്തോടെ അന്വേഷിച്ചിറങ്ങണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, അന്വേഷിച്ചിറങ്ങുന്നില്ല, പകരം കാത്തിരിക്കുകയാണ്. അന്വേഷിച്ചിറങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഉപേക്ഷിച്ച് കളഞ്ഞു, ഇവൻ നന്നാവില്ല ഇവൾ നന്നാവില്ല എന്ന് പറഞ്ഞ് നമ്മളെ കർത്താവ് കൈവിടുകയല്ല, കാരുണ്യത്തോടെ അവൻ കാത്തിരിക്കുകയാണ്. 2 സ്വഭാവ രീതികളാണ് ഈശോയുടെ നമ്മൾ ആ ഉപമകളിലൂടെ കാണുന്നത്. ഒന്ന്, കരുണയോടെ നമ്മളെ അന്വേഷിച്ചിറങ്ങുന്ന ഈശോ. 2, കാരുണ്യത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന ഈശോ. രണ്ടിനും ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഒരു നാണയം നഷ്ടപ്പെട്ടു പോകുന്നത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, നമ്മുടെ പോക്കറ്റിലൊരു ഹോള് വീണുകൊണ്ടായിരിക്കാം, നമ്മുടെ പേഴ്സ് ഒന്ന് കീറിയത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആയിരക്കണക്കിന് ഈ നാണയത്തിനിടയ്ക്ക് 1 രൂപ അറിയാതെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അറിവില്ലാതെ പോയി. ആട്ടുകുഞ്ഞ് ശ്രദ്ധിക്കുക, 100 ആടുകളുണ്ട്, ഒരെണ്ണം അറിയാണ്ടെങ്കിൽ ചാടിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതായിരിക്കാം, കൂടെ അടച്ചു പോയതായിരിക്കാം, അറിവില്ലാതെ പറ്റിപ്പോയതായിരിക്കാം. ഇത് ശ്രദ്ധിക്കണം. 2 തെറ്റുകളും, നാണയം നഷ്ടപ്പെട്ടു പോകുന്നതും ആടിനെ നഷ്ടപ്പെട്ടു പോകുന്നതും അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ലാത്തപ്പോൾ കർത്താവ് കാരുണ്യത്തോടെ അന്വേഷിച്ചിറങ്ങുന്നു. അറിയത്തില്ലാതെ നീ ചെയ്തു പോയ തെറ്റുകൾ കർത്താവ് ഒന്നും മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. കർത്താവ് കാരുണ്യത്തോടെ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തും. പക്ഷേ നീ ഒരു മകനാണ്, മകളാണ്. വചനം കേട്ടു, കൂദാശകൾ സ്വീകരിച്ചു, മതബോധനം കിട്ടി, സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു, ധ്യാനങ്ങളൊക്കെ കൂടുന്നു, കുമ്പസാരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനൊക്കെ കർത്താവ് 100 അവസരങ്ങൾ തരുന്നു. പക്ഷേ എന്നിട്ടും അപ്പൻ്റെ സ്നേഹം വേണ്ട, അപ്പൻ്റെ വീട് വേണ്ട, അപ്പൻ്റെ കാരുണ്യം വേണ്ട, അപ്പനിൽ നിന്ന് കിട്ടാൻ പറ്റുന്നതൊക്കെ മേടിച്ചെടുത്ത് അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി അകന്ന് പോയി. പത്രോസ്ലീഹായെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച പോലെ അകന്ന് അവസാനം പന്നിക്കൂട്ടിൽ എത്തുകയാണ്. പന്നി തിന്നുന്ന ആ തവിടെങ്കിലും തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു, നടന്നില്ല. അപ്പൻ അത്രയും ക്രൂരനാണെന്ന് നമ്മൾ വിചാരിക്കും. അന്വേഷിച്ചിറങ്ങാമായിരുന്നല്ലോ. ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്വേഷിച്ചിറങ്ങാല്ല, പകരം കാത്തിരിക്കുകയാണ്. നോമ്പിൻ്റെ ഇടയ്ക്ക് ഇതൊരു സൂചനയായിട്ട് നമ്മൾ എടുക്കണേ. ഇപ്പോൾ ഈ നോമ്പിന് അനുദപിക്കാനൊക്കെ ആവശ്യപ്പെടുമ്പോൾ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകളാണ് നിൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ഈശോ നിന്നെ അന്വേഷിച്ചിറങ്ങും. അറിഞ്ഞുകൊണ്ട് ചില തെറ്റുകൾ ചെയ്തെങ്കിൽ ഉപേക്ഷിച്ച് കളയില്ല, പക്ഷേ കരുണയോടെ അവൻ കാത്തിരിക്കും. നീ തിരിച്ചു ചെല്ലണം. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം നമ്മളൊരു വചനം എടുത്ത് പ്രാർത്ഥിച്ചില്ലേ, ജോയൽ 2:12, ഇപ്പോഴെങ്കിലും തിരിച്ചു വാ, അറ്റ്ലീസ്റ്റ് നൗ യു കം ബാക്ക്. ഉപവാസത്തോടെ നെടുവീർപ്പോടെ തിരിച്ചു വാ. വാട്ട് ഇഫ് ദിസ് ഈസ് എ ലാസ്റ്റ് ചാൻസ്? ഇതാണ് നമ്മൾ കൂടുന്ന അവസാനത്തെ ധ്യാനമെങ്കിലോ, ഇതാണ് നമുക്ക് കിട്ടുന്ന അവസാനത്തെ നോമ്പ് കാലമെങ്കിലോ, ഇതാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കുമ്പസാരിക്കാൻ കിട്ടുന്നൊരു സമയമെങ്കിലോ, ഇപ്പോഴെങ്കിലും തിരിച്ചു വാ. അന്വേഷിച്ചിറങ്ങുന്നില്ല, പകരം കാത്തിരിക്കുകയാണ്. തിരിച്ചു ചെല്ലണം. എനിക്ക് തെറ്റുപറ്റി, നിൻ്റെ കാരുണ്യത്തെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ്. അങ്ങനെ തിരിച്ചു ചെല്ലുമ്പോൾ സ്വർഗം മുഴുവൻ ഒരു വലിയ ആഹ്ലാദത്തിലേക്ക് കടക്കാണ്. അതേ കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്, മകന് തിമോത്തിക്ക് പൗലോസിലേക്ക് പറയുക, മുമ്പ് എനിക്ക് തെറ്റുപറ്റി, അറിവില്ലാതെയാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വലിയ കരുണ കിട്ടി. കർത്താവ് എന്നെ അന്വേഷിച്ച് കണ്ടെത്തി. തൻ്റെ ജീവിതം മുഴുവൻ സാക്ഷ്യമായിട്ടല്ലേ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഈശോ പൗലോസിനെ അന്വേഷിച്ചിറങ്ങാണ്, വഴി വെച്ച് കണ്ടുപിടിക്കുകയാണ്, പിന്നെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടു നടക്കുകയാണ്.
പൗലോസ്ലീഹ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. വലിയ കാരുണ്യം ലഭിച്ചു. തുടർന്നുള്ള വചനം വായിക്കണേ. 1 തിമോത്തി 1 അതിൻ്റെ 14 മുതൽ സുന്ദരമായൊരു വചനമാണെന്ന് അടയാളപ്പെടുത്തിയിട്ടോ. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നിലേക്ക് കവിഞ്ഞൊഴുകി. കരുണയും കൃപയും ഈ നോമ്പ് കാലത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളത്. കരുണയും കൃപയും ഈശോ കുരിശിൽ നിന്ന് ഒഴുക്കി തന്നത് സ്നേഹം, കരുണയും കൃപയുമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ഒരു കൃപ, കാരുണ്യം എന്നിലേക്ക് സ്നേഹത്തോടെ കവിഞ്ഞൊഴുകി എന്നാണ് പൗലോസ്ലീഹ പറയുക. ഇത് പൗലോസ്ലീഹയുടെ മാത്രം സാക്ഷ്യമല്ലെന്നേ, നമുക്കൊക്കെ പറയാനുള്ളത് എത്രയല്ലേ ഉള്ളൂ. ഈ കഴിഞ്ഞൊരു കാലം, കഴിഞ്ഞ 20 വർഷം, 30 വർഷം, 60 വർഷം, 80 വർഷം നമുക്ക് എഴുതി വയ്ക്കാൻ ഒറ്റ കഥയേ ഉള്ളൂ. ആ കഥയുടെ പേര് കരുണ എന്നാണ്. കാരുണ്യം, ഈശോ തന്ന കാരുണ്യമാണ് എൻ്റെ ജീവിതം എന്ന്. എണ്ണിയാൽ തീരാത്തത്ര പാപങ്ങൾ നമുക്കുണ്ടായിരിക്കാം, ഈശോ തള്ളി പറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാൾ മുകളിൽ അവൻ്റെ കൃപ കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടെ നമ്മിലേക്ക് കവിഞ്ഞൊഴുകി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക റോമാക്കാർക്ക് കത്തെഴുതുമ്പോൾ, ഈ സ്നേഹത്തിൽ നിന്ന് ഇനി ഞാൻ എങ്ങോട്ടും പോകത്തില്ല, ഒന്നിനും എന്നെ അകറ്റാനും പറ്റത്തില്ല, ഒന്നിനും എന്നെ പരാജയപ്പെടുത്താനും പറ്റത്തില്ല, തോൽപ്പിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ സ്നേഹത്തിൽ എല്ലാത്തിനെയും ഞാൻ അതിജീവിക്കുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ ഉറപ്പിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് കാരുണ്യം ലഭിച്ചു. ഈശോയെ നോക്കി നടക്കുന്ന നമുക്ക്, നമ്മളെ അന്വേഷിച്ച് നടക്കുന്ന ഈശോയെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഈശോ ഇതാ കുറച്ചുകൂടെ പെട്ടെന്ന് നമ്മളെ അടുത്തേക്ക് വന്ന് അളവില്ലാതെ സ്നേഹവും കാരുണ്യവും കൃപയും നമ്മിലേക്ക് ഒഴുക്കി തരികയാണ്. പൗലോസ്ലീഹ തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പാപികളെ തേടിയിട്ടാണ് കർത്താവ് വന്നത്. എന്നെപ്പോലുള്ളൊരു പാപിയെ തേടിയാണ് കർത്താവ് കൃപയൊഴുക്കാൻ വേണ്ടി വന്നത്. 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചു സ്വീകാര്യവുമാണ്. 16-ാം വാക്യം, പാപികൾ ഒന്നാമനായിരുന്നു ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. നോക്ക്, പൗലോസ്ലീഹ പറയാണ്, ഈശോ വന്നത് എന്തിനാണെന്നറിയോ മക്കളെ? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാ. നമ്മളെ തേടിയാണ് അവൻ വന്നത്. അവൻ എനിക്ക് കാരുണ്യം തന്നു. പാപികൾ ഒന്നാമനായിരുന്നു ഞാൻ, എന്നാൽ എനിക്ക് ഏറ്റവും വലിയ കാരുണ്യം ലഭിച്ചു. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ സ്നേഹത്തോടെ നിന്ന് പറയാനുള്ള, നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യം ഇതായിരിക്കണം. കാരുണ്യം ലഭിച്ചു. പൗലോസ്ലീഹ പറയുന്നില്ലേ, ഞാൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുറവുകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കും. കാരണം ആ കുറവുകളിലാണ്, ആ ബലഹീനതകളിലാണ് എനിക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടിയത്. എൻ്റെ ബലഹീനതകളാണ് അവൻ്റെ കൃപ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയത്. പൗലോസ്ലീഹയ്ക്ക് ഇത് എങ്ങനെ കിട്ടിയത്? ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഈശോയെ നോക്കി, പിന്നെ ജീവിതം മുഴുവൻ ഈശോയെ മാത്രം നോക്കിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. പൗലോസ്ലീഹയെക്കുറിച്ച് പറയാനല്ല ഇന്ന് നമ്മൾ ഈ സമയം ഉപയോഗിക്കുക, പക്ഷേ ഒരു വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ പൗലോസ്ലീഹയുടെ ജീവിതം നിൽക്കണം. ഒരിക്കൽ പാപിയായിരുന്ന ഒരാൾ തിരിച്ചുവരവ് നടത്തുന്നത് ചെറിയ തിരിച്ചുവരവല്ല, ഈശോയ്ക്ക് വേണ്ടി മുഴുവൻ സറണ്ടർ ചെയ്തൊരു ജീവിതം. ആദ്യ ദിവസം നമ്മൾ ചിന്തിച്ചില്ലേ, ഈ ധ്യാനവും ഈ നോമ്പുകാലവും ഒക്കെ തിരിച്ചറിവിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കാലമാണ്. ഇപ്പം തിരിച്ചു വരണം. പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പൗലോസ്ലീഹയെക്കുറിച്ച് പറയുന്ന ഈ അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിലെ ഒരു സംഭവം ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. പോൾ വാസ് നെവർ കൺവേർട്ടഡ്, ഹി ജസ്റ്റ് റിയലൈസ്ഡ്. പൗലോസ് ഒരിക്കലും മാനസാന്തരപ്പെട്ടിട്ടില്ല, പകരം അയാൾ തിരിച്ചറിയുകയാണ് ചെയ്തത്. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, മാനസാന്തരം ആർക്കാണ് ആവശ്യം? ഒരു പാപിക്കാണ് ആവശ്യം. ബെനഡിക്റ്റ് പാപ്പ പൗലോസ്ലീഹയെ ഒരു പാപിയെന്നല്ല പറയുക, അയാൾ പോയ വഴി അയാൾക്ക് ശരിയായിരുന്നു. അയാളുടെ യഹൂദ നിയമം അനുസരിച്ച്, മതഗ്രന്ഥം അനുസരിച്ച് ഈ ഏക സത്യ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന മാർഗത്തെ തച്ചുടച്ച് കളയണം. അതായിരുന്നു അയാളുടെ മുമ്പിലെ ശരി, അതായിരുന്നു അയാളുടെ മുമ്പിലെ കറക്റ്റായ മാർഗം. ആ മാർഗത്തിലൂടെ തന്നെ ദമാസ്കസിലേക്കുള്ള യാത്രയിലായിരുന്നു അയാൾ. ആ മാർഗമധ്യേ ഒരാൾ അയാളുടെ വഴിയിൽ വന്ന് നിൽക്കുകയാണ്, അയാളെ വീഴ്ത്തുകയാണ്, ഒരു വെളിച്ചം കൊടുക്കുകയാണ്, ഒരു സ്വരം കേൾപ്പിക്കുകയാണ്. നീ വിശ്വസിച്ച ആ ദൈവം ഞാനാണ്, ആ ദൈവത്തെ നീ ഇപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പോൾ എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ മാനസാന്തരപ്പെടുകയല്ല, അയാൾ തിരിച്ചറിയുകയാണ്, ദൈവമേ എന്നോട് എൻ്റെ കഴിഞ്ഞ കാലത്തെ പുറത്ത, കഴിഞ്ഞ കാലത്തിൻ്റെ എൻ്റെ ഇരുണ്ട മാർഗത്തിൽ വെളിച്ചമായി വന്ന് ഇനി പുതിയ വഴിയും സത്യവും ജീവനുമായ നിൻ്റെ മാർഗത്തിലേക്ക് എന്നെ നയിച്ച നീയാണ് യഥാർത്ഥ സത്യദൈവം, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഇനി പ്രഘോഷിക്കാൻ പൗലോസിൻ്റെ മുമ്പിൽ മാനസാന്തരത്തിൻ്റെ വാതിലല്ല തുറന്നത്, തിരിച്ചറിവിൻ്റെ വാതിലാണ്. നോമ്പാഘോഷിക്കുന്ന, നോമ്പ് ആചരിക്കുന്ന, ഈസ്റ്ററിൻ്റെ പുലരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നമുക്കും വേണ്ടത് ഇതാണ്, തിരിച്ചറിവ്, തിരിച്ചു വരവ്. പത്രോസിന് അത് സംഭവിച്ചു. ഈശോയിലേക്ക് എത്തി. അകാരണമായൊരു കുരിശ് വെച്ചപ്പോൾ ആ കുരിശ് പോലും ശിമയോൻ ഈശോയിലേക്ക് എത്താനുള്ള കാരണമാക്കി മാറ്റി. അതേ കുരിശിൽ അതിന് തൊട്ടടുത്ത് കിടന്ന മരണത്തെ സ്വീകരിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെട്ട് പറുദീസ സ്വന്തമാക്കി നല്ല കള്ളൻ.
ഇതാ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ നോമ്പിന് വേണ്ടി നോമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി നിൽക്കും. നമുക്ക് വലിയ കാരുണ്യം ലഭിച്ച നമുക്ക് ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈശോയെ മാത്രം നോക്കി നടക്കുന്ന ക്രിസ്ത്യാനിയാവുക, ഈശോയെ മാത്രം നോക്കി നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലാവുക. മറ്റൊന്നിലേക്ക് നോക്കണ്ട, ഈശോയെ മാത്രം നോക്കുക. എന്ത് വേദനയിലും എന്ത് സങ്കടത്തിലും ഈശോയെ മാത്രം നോക്കി നിലവിളിക്കുക. ഈ നോമ്പ് നന്നായിട്ട് നമ്മൾ പൂർത്തിയാക്കും, ഈസ്റ്റർ ആഘോഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ ആയുസ്സിൻ്റെ ഈ ചക്രം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ഒത്തിരി വേദനകൾ ഇനിയും വന്നേക്കാം, സങ്കടങ്ങൾ വന്നേക്കാം. കഴിഞ്ഞ കാലത്തിൽ രക്ഷിച്ച കർത്താവ് ഇനിയും രക്ഷിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വേറെ ആരെയും നോക്കി നിലവിളിക്കരുതേ, വേറെ ആരിലേക്കും സഹായത്തിന് പോകരുതേ, വേറെ ആരിലേക്കും കണ്ണുകൾ ഉയർത്തരുതേ. ആശ്രയിക്കാൻ നമുക്കൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ഈ നോമ്പിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിറയേണ്ടത്. കാണാതെ അറിയാവുന്ന സങ്കീർത്തനങ്ങളൊന്നായിരിക്കും 121 സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആ ബോധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ നയിക്കേണ്ടത്. എല്ലാ സഹനവും മാറുന്നില്ല. ഈ 40 ദിവസവും 50 ദിവസവും നിങ്ങൾ നോമ്പെടുത്തു, ഉപവസിച്ചു, ചിലതൊക്കെ ഉപേക്ഷിച്ചു, സഹനങ്ങളൊന്നും എല്ലാം മാറാൻ പോകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അവസാനത്തെ ഒരു ശ്വാസം നമ്മൾ എടുക്കുന്ന സമയം വരെ നമ്മുടെ ദേഹത്തേക്ക് ഒരു അല്പം കുന്തിരിക്കം വീണ് മനുഷ്യ നീ മണ്ണാകുന്നു മടങ്ങുക എന്ന് പറയുന്നത് വരെ സഹനങ്ങൾ ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പല ഗ്രേഡിൽ പല ഗ്രാവിറ്റിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വന്നേക്കാം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൊക്കെ ചൊല്ലുന്നത് പോലെ ഒന്ന് തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ അടുത്ത വന്നേക്കാം. തോറ്റുകൊടുക്കരുത്. മാനുഷികമായിട്ട് നമ്മൾ പരാജയപ്പെട്ടേക്കാം, ചോദ്യങ്ങൾ വന്നേക്കാം, അവസാനിപ്പിക്കാൻ തോന്നിയേക്കാം. മരണം മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിലൊരു വഴി എന്ന് ചിന്തിച്ചേക്കാം. തോറ്റുകൊടുക്കാൻ 1000 കാരണങ്ങൾ, മുന്നോട്ട് നീങ്ങാൻ ഒറ്റ കാരണം, ഈശോ. പർവ്വതങ്ങളിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തുക. സഹായം നിനക്ക് എവിടെ നിന്ന് വരും? സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്നെ കാത്തു പരിപാലിക്കുന്ന, ഉറക്കം തൂങ്ങാത്ത, പരിപാലിക്കുന്ന, സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്ന ആ കർത്താവിൽ നിന്ന്. സങ്കീർത്തനം 32 ഇന്നലെ വായിക്കാൻ പറഞ്ഞില്ലേ? 32-ാം സങ്കീർത്തനം നിങ്ങളൊരു വചനം ശ്രദ്ധിച്ചോ? അവിടുത്തെ സ്നേഹം എന്നെ വലയം ചെയ്യും, അവിടുത്തെ സ്നേഹം എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. നാളെ സഹനം വരില്ലെന്നല്ല, നാളെ ബുദ്ധിമുട്ടുകൾ വരുന്നില്ലെന്നല്ല, എന്തു വന്നാലും കർത്താവിൻ്റെ സ്നേഹം നിന്നെ പൊതിഞ്ഞു പിടിക്കും. 1 യോഹന്നാൻ 5:18 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ, പാപം ചെയ്യാത്ത ദൈവത്തിൻ്റെ വിശുദ്ധ മക്കൾ, അവരെ കർത്താവ് തന്നെ പൊതിഞ്ഞു പിടിക്കും, ദുഷ്ടൻ അവരെ തൊടുകയില്ലെന്ന്. ഒരു വലയം തീർത്ത്, ഒരു കോട്ട കെട്ടി കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും, എന്നെ പൊതിഞ്ഞു പിടിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ കാര്യം മാത്രം തീരുമാനിച്ചേക്കാം. ഈ നോമ്പിൽ ഒരു തീരുമാനം ഇനി എടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് എടുത്തു, ചിലതൊക്കെ തെറ്റിച്ചു, ചില തീരുമാനങ്ങൾ തെറ്റിച്ചു. ഇന്ന് ഈ ധ്യാനം അവസാനിക്കുന്ന ഈ ദിവസം നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ നോക്കും. രോഗം വന്നാലും, വേദന വന്നാലും, പരാജയം വന്നാലും, പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്തേ ജീവിതം മാറും, ജീവിതം മാറും. ഈ കുഴിയിൽ നിന്ന് നമ്മളെ പിടിച്ചു കയറ്റാൻ പറ്റുന്ന, ഈ കുഴിയിൽ കിടന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ആ ദൈവത്തെ മാത്രം ഞാൻ നോക്കുകയോളം തീരുമാനിക്കും. സങ്കീർത്തനം 40 എടുക്കാമോ? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 40-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ധ്യാനിച്ചു പോയായിരുന്നു. 40-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം ഒന്ന് കണ്ട് ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് നല്ലതാണ്. ദാവീദിൻ്റെ തന്നെ സുന്ദരമായൊരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നല്ലൊരു പ്രാർത്ഥനയാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പാട്ടൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ട്. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവിനെ കരകയറ്റി, എൻ്റെ കാലുകളെ സുസ്ഥിരമാക്കി, ഉറപ്പുള്ള പാറമേൽ നിർത്തി, എൻ്റെ നാവിലൊരു നവ്യഗാനം കർത്താവ് നിക്ഷേപിച്ചു. തുടക്കം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ദാവീദ് പറയാണ്, ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് എന്നിലേക്ക് ചെവി ചായ്ച്ചത് കേട്ടു. എന്നുവെച്ചാൽ ദാവീദ് ഒരു ബോധ്യം തരികയാണ്, നീ കാത്തിരിക്കേണ്ടത് ഒറ്റയാളെയാണ്. നീ കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ നിന്നിലേക്ക് ചെവി ചായ്ച്ച് അത് കേൾക്കാൻ പറ്റുന്ന ദൈവത്തെ. പാട്ടിൻ്റെ വരികൾ നമ്മൾ ഇങ്ങനെ പാടുന്നില്ലേ, അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടല്ലോ. എന്നിലേക്ക് ഈശോ ഇങ്ങനെ ചെരിഞ്ഞ് ചാഞ്ഞ് നിന്നിട്ട് എൻ്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നില്ലേ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 145-ാം സങ്കീർത്തനത്തിൽ ഹൃദയം നുറുങ്ങി നിൽക്കുന്ന എനിക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങി നിൽക്കുക മാത്രമല്ല, ആ സമയത്ത് നീ കർത്താവിനെയാണ് നോക്കുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ധ്യാനം കേൾക്കുമ്പോൾ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇത് ഹൃദയത്തിലേക്ക് വിശ്വസിക്കുക. ഹൃദയം നുറുങ്ങി നിൽക്കുന്ന സമയത്ത് നീ ഈശോയാണ് നോക്കുന്നതെങ്കിൽ അവൻ നിൻ്റെ അടുത്തേക്ക് ചെവി ചായ്ക്കും, കേൾക്കും. നീ കാത്തിരിക്കുന്ന അവനെയാണെങ്കിൽ മറ്റൊന്നിലേക്ക് നോക്കരുത്. പർവ്വതങ്ങളിലേക്ക് ശിരസ്സുയർത്തുക, കർത്താവിലേക്ക് മാത്രം നോക്കുക. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പിടിച്ചുയർത്താൻ പറ്റുന്ന കർത്താവിനെ മാത്രം ശ്രദ്ധിക്കുക. പഴയ നിയമത്തിലെ മറ്റൊരു സുന്ദരമായ ഉദാഹരണമാണ് യോനാ പ്രവാചകൻ. നമുക്കറിയാം, കർത്താവിൻ്റെ സ്വരം
കേട്ടതേ ഉള്ളൂ, പക്ഷെ അനുസരിച്ചില്ല, വേറൊരു വഴിക്കൊക്കെ പോയി. ഇങ്ങനെ മത്സ്യം വിഴുങ്ങുന്നതൊക്കെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വചനം നന്നായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഈ മത്സ്യം വിഴുങ്ങിയിട്ടും യോന പറയുന്നത് പാതാളത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിലവിളിക്കുന്നു എന്ന് പറയുക. മീനിൻ്റെ വയറ്റിൽ കിടന്ന് ഞാൻ നിലവിളിക്കുന്നു എന്നല്ല പറയുന്നത്. പാതാളത്തിൻ്റെ ആഴങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ഷെയോൾ, പാതാളം മരിച്ചവരുടെ അടുത്ത് നിന്ന് ഞാൻ കരയുന്നു എന്ന് പറയുക. അത്ര ആഴങ്ങളിൽ നിന്ന്. ആ ആഴങ്ങളെക്കുറിച്ചോ മീനിൻ്റെ വയറോ ഏത് മീനാണ് യോനയെ വിഴുങ്ങിയത്, എന്നെ പറ്റിയെന്നൊന്നും ചിന്തിക്കരുത്. യോന പറയാണ് മീൻ വിഴുങ്ങിയെന്നൊന്നുമല്ല പറയണത്, ഞാൻ പാതാളങ്ങളിലാണ്, കുഴിയിലാണ്. ഇനി ഏത് കുഴിയാണോ, അത് ചിലപ്പോൾ പാപത്തിൻ്റെ കുഴിയായിരിക്കാം, നിരാശയുടെ പടുകുഴിയായിരിക്കാം, ഒരു 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 സങ്കടത്തിൻ്റെ ഒരു ഡിപ്രഷൻ്റെ കുഴിയായിരിക്കാം. അവിടെ നിന്ന് വിഴുങ്ങിയ മീനിനെയോ ഈ മീൻ വിഴുങ്ങാൻ കാരണമായ കടലോ ഒന്നും അല്ല ചിന്തിച്ചത്, കടലിലേക്ക് തന്നെ എടുത്തിട്ടവരെയൊന്നും അല്ല ചിന്തിച്ചത്. അവിടെ വെച്ചും അവൻ കർത്താവിനെ ഓർത്തു. പാതാളങ്ങളിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് കർത്താവെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എന്നാണ് പറയുക. വിളിച്ചപേക്ഷിച്ചു. എന്നാ സംഭവിച്ചേ? 3-ാം ദിവസം മീൻ ഛർദ്ദിച്ചിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വ്യാഖ്യാനം നന്നായിട്ട് മനസ്സിലാക്കണേ. 3-ാം ദിവസം അവനിങ്ങനെ ഒരു എഴുന്നേൽപ്പിൻ്റെ അനുഭവമാണ് അവനുണ്ടാകുന്നത്. ഈശോ 3 രാവും ഇങ്ങനെ കിടക്കുന്നതിനെക്കുറിച്ച്, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. യോനാ പ്രവാചകൻ്റെ ഈ വായന ചേർത്ത് ചിന്തിക്കണം. 3-ാം ദിവസം 3 രാവും 3 പകലിന് ശേഷം അവനെ മീൻ ഛർദ്ദിച്ചിട്ടു, അവിടുന്ന് അവനെ എഴുന്നേറ്റു എന്നാണ് പറയുക. കുമി എന്നൊരു വാക്കാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചേക്കുന്നത്. ഈ വാക്ക് നിങ്ങൾ കേട്ടില്ലേ? തലീത്ത കുമി. മരിച്ചു കിടക്കുന്ന ഒരാളോട് പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ മരിച്ചു കിടക്കുകയാണ് യോന. ആ യോന 3-ാം ദിവസം എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് നിനവയോട് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. നിനവയെ മാനസാന്തരപ്പെടുകയാണ്. ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ നമ്മളിത് ചിന്തിക്കേണ്ടതുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാരോട് പറഞ്ഞു പോയി സുവിശേഷം പ്രഘോഷിക്കാൻ. അവർ ആ സുവിശേഷം പ്രഘോഷിച്ചു. ഇതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച യോന പോയി സുവിശേഷം പ്രഘോഷിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ആ പാതാളത്തിൽ, മരണത്തിൽ, ഷിയോളിൽ കടന്നുകൊണ്ട് അവൻ നിലവിളിച്ചത് ആരെ നോക്കിയിട്ടാണ്? കർത്താവിനെ. നമുക്ക് ജീവിതമാണ്. ഇഷ്ടം പോലെ മുറിവുകൾ, സങ്കടങ്ങൾ, വേദനകൾ, തെറ്റിദ്ധാരണകൾ, ഒറ്റുകൊടുക്കലുകളൊക്കെ വരാം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, മുറിപ്പെടുത്തിയവരിലേക്കും മുറിവേൽപ്പിച്ചവരിലേക്കും മുറിവുകളിലേക്കും ഒന്നും നോക്കാതെ മുറിവേറ്റ ഈശോയിലേക്ക് മാത്രം നോക്കിയാൽ നമ്മുടെ മുറിവുകൾ സൗഖ്യപ്പെടും. ഇല്ലെങ്കിൽ നമ്മളൊരു അരമുറിയായിട്ട് അവിടെ കിടക്കും, സൗഖ്യപ്പെടാതെ മുറിഞ്ഞ് കിടക്കും. സൗഖ്യം വേണ്ടേ? ഈശോയെ നോക്കണം, വേറെ ആരും നോക്കരുത്, ഈശോ നോക്കുക. ഇത് ഈശോ നമുക്ക് ഈ ധ്യാനം അവസാനിക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം കർത്താവിനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈശോ നല്ലൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ലേ? എന്നാ പ്രാർത്ഥന പഠിപ്പിച്ചേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇങ്ങനെ പ്രാർത്ഥിച്ചോളാണ് പറയണേ. എന്നുവെച്ചാൽ അപ്പാ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം, വേറെ ആരെയും നോക്കില്ലെന്ന് ഈശോ പറയുക. അവർ വലിയ ഉദാഹരണം കാണിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവിനെ നോക്കിക്കും. പിതാവ് നിങ്ങൾക്ക് തരും, പിതാവ് നിങ്ങളെ സഹായിക്കും, പിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ദൈവസാന്നിധ്യം ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യമാണ് ഈ വചനങ്ങളിലൂടെ എല്ലാം എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ പിതാവിനെ നോക്കി വിളിക്കണം, ആ പിതാവിനെ നോക്കി ജീവിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തന്ന ഈശോ അത് ശരിക്കും ജീവിതത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിക്കുന്ന ഈശോയുടെ പീഡാനുഭവമൊക്കെ. അതിൻ്റെ ആ പീഡാനുഭവത്തിൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആരംഭം, ഈ ഗത്സമൻ തോട്ടത്തിലെ ആ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈശോയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ശിഷ്യന്മാരെ, ജനസമൂഹത്തേക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ, പിതാവിനെ തന്നെ നോക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈശോ ഗത്സമൻ തോട്ടത്തിൽ കടന്ന് ശരിക്കും ആ പ്രാർത്ഥന ജീവിക്കുന്നുണ്ട്. ഒരു അംഗം വെട്ടിട്ടുള്ളൊരു പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ കാണുന്നത്. മുട്ടിന്മേൽ നിന്ന് കിടന്ന് ഈ പാറമേലൊക്കെ വീണ് രക്തം വേർത്ത് അത്രയും തീവ്രമായിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ 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 എന്ന് വിളിച്ച്. വേറെ ആരെയും അല്ല നോക്കുന്നത്. ശിഷ്യന്മാരോടൊക്കെ പോയി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഉണർന്നിരിക്കുക. പക്ഷെ അവരെ അല്ല ആശ്രയിക്കുന്നത്, അവരോടല്ല പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ആശ്രയം ആരിലേക്കാണ്? ഈശോ നോക്കുന്ന മുഴുവൻ പിതാവിലേക്കാണ്. നമ്മളെ കാണിച്ചു തരികയാണ്. ആ പിതാവിനെ തന്നെ നോക്കുക. പിതാവിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും പിതാവിനെ കാണിച്ചു തരാമോ? ഈശോ പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് ഫിലിപ്പോസേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. ഈശോയെ തന്നെ നോക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈശോയിൽ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോയെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ഗത്സമൻ തോട്ട അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഉറക്കം കിട്ടാത്ത ഒരു ഗത്സമൻ രാത്രി ചിലപ്പം എനിക്ക് നിങ്ങൾക്കൊക്കെ വന്നേക്കാം. കൂട്ടുകാർ കിടന്ന് ഉറങ്ങുകയും നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയങ്ങൾ വന്നേക്കാം. നമ്മളവരോടൊക്കെ പറഞ്ഞു നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മൾ കടന്നു പോകുന്ന ഗത്സമൻ, നമുക്ക് വരാനിരിക്കുന്ന സങ്കടങ്ങൾ, ഭയങ്ങളെല്ലാം നമ്മളവരോട് പറഞ്ഞു. പക്ഷേ അവർ ശാന്തമായിട്ട് കിടന്നുറങ്ങും. ജീവിതമാണ്, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ഗത്സമൻ രാത്രി നമുക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോവും. പിതാവ് കൂട്ടിനുണ്ട്.
പിതാവ് കൂട്ടിനുണ്ട്. അതുകൊണ്ട് മറ്റാരെയും കൂട്ടിന് വിളിക്കുന്നില്ല. അവരുറങ്ങട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ പിന്നെയും പോയിട്ട് പിതാവിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയുക. വേറെ ആരോടും അല്ല പറയുന്നത്. എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു പാനപാത്രമുണ്ട്, എനിക്ക് ഇങ്ങനൊരു സഹനമുണ്ട്, എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈശോയെ ഞാനിത് വേറെ ആരോടും പറയുന്നില്ല. ഇത് നീക്കിക്കളയാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ, ആ ആളോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈശോയുടെ സുന്ദരമായ പ്രാർത്ഥനയിൽ പിതാവിനെല്ലാം സമർപ്പിക്കുന്നൊരു നിമിഷമില്ലേ, ഇനി ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം മാറത്തില്ലെങ്കിൽ അപ്പാ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഈശോ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഈശോ ജീവിച്ച ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ, ലെറ്റ് യുവർ വിൽ ബി ഡൺ. ഈശോ ജീവിച്ച ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നാളെ ഗെത്സമൻ്റെ രാത്രികളുണ്ടാകാം, കുരിശിൻ്റെ വഴികളുണ്ടാകാം, സഹനങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഈ വിളി കേൾക്കാൻ വേറെ ആരുമില്ലെന്നുള്ള ബോധ്യത്തിൽ കർത്താവിനെ മാത്രം നോക്കി വിളിക്കുന്നുണ്ടാകാം. എന്നിട്ട് മാറാത്ത സഹനങ്ങൾ ഉണ്ടാവുകയെ, ചിലപ്പോൾ മാറാത്ത നിങ്ങൾ മട്ട് വരെ കുടിക്കേണ്ട പാനപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാവേ. കുടിക്കണം. ആരുടെ കൂടെ? ഈ ഗെത്സമനിലിരുന്ന് ഈശോയുടെ കൂടെ. എൻ്റെ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകൊടുക്കുന്ന സമയം മുതൽ ഈ സഹനത്തിൻ്റെ കാൽവരി കയറാൻ, ഈ സഹനത്തിൻ്റെ കുരിശെടുക്കാൻ ഒരു വല്ലാത്ത ശക്തി പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കർത്താവ് തരും. അവനെടുത്ത കുരിശിൻ്റെ അതേ കൃപ നമുക്ക് തരും. ആ കുരിശ് പിന്നെ ഒരു സഹനത്തിൻ്റെതായിട്ട് മാറില്ല, ആ കുരിശ് പിന്നെ കിരീടമണിയാനുള്ള ഒരു വഴിയായിട്ട് മാറും. ഈശോ നമുക്ക് കാണിച്ചുന്ന പ്രാർത്ഥനകളാണ് പിതാവെ എന്ന് വിളിക്കാനും പിതാവിനെ നോക്കാനും. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഈശോയുടെ ജീവിതം തന്നെ എടുത്താൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ദൈവത്തെ മാത്രം നോക്കുക എന്ന് പറയുന്ന ആ ഒരു സമയത്തെ, ആ ഒരു ഉദാഹരണത്തെ എടുത്താൽ ഈശോ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കാണിച്ചു തരുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് കുരിശിൽ അവസാനത്തെ ശ്വാസം പെടയുന്നൊരു സമയത്ത് ഈശോയുടെ അവസാനത്തെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പിതാവേ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ തരുന്നു, ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ ഭൂമിയിലെ ഈ ദൗത്യം അവസാനിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പാ ഈ മരണസമയത്തും അവസാന ശ്വാസം എടുക്കുമ്പോഴും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ തരികയാണ്, മറ്റാരിലേക്കും അല്ല. ഇത് പറഞ്ഞവൻ ജീവൻ വെടിയുന്നുണ്ട്, പിതാവിനെ വിളിച്ചുകൊണ്ട് ജീവൻ വെടിയുന്നുണ്ട്. പിതാവെ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ബോധ്യം നല്ലപോലെ മനസ്സിലാക്കണം. കുരിശിൽ കിടക്കുമ്പോഴും ഞാൻ എൻ്റെ പിതാവിൻ്റെ കരവലയത്തിലാണ് എന്ന ബോധ്യം. പിതാവെ അങ്ങയുടെ സ്വർഗത്തിലേക്ക്, അങ്ങായിരിക്കുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഇതാ ഞാൻ തരുന്നു എന്നല്ല പറയുന്നത്, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ തരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ കുരിശിൽ കരം പിടിച്ച് കിടക്കുമ്പോഴും എൻ്റെ മുമ്പിൽ കരം വിരിച്ചുകൊണ്ട് എൻ്റെ അപ്പാ നെയ്യുമുണ്ട് എന്ന ബോധ്യമായിരുന്നു ഈശോയ്ക്ക്. പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മളെല്ലാവരും ഈ ഒരു ബോധ്യത്തിലായിരിക്കണം. നാളെ കുരിശാരോഹണങ്ങൾ വന്നേക്കാം, നാളെ മരണം പോലും കൺമുമ്പിൽ വന്നേക്കാം, ശ്വാസം കിട്ടാതെ പെടയുന്ന സമയങ്ങൾ വന്നേക്കാം. വേറെ ആരെയും വിളിക്കരുത്, പിതാവേ എന്ന് വിളിക്കുക. ഞാൻ കുരിശിലായിരിക്കുമ്പോഴും അപ്പാ ഞാൻ നിൻ്റെ കരവലയത്തിലാണ്. ആ ബോധ്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കുരിശുകളെ, വേദനകളെ, സഹനങ്ങളെ, തെറ്റിദ്ധാരണകളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ, മരണത്തെ, പിശാചിനെ അതിജീവിക്കാൻ കർത്താവ് കൂടെ നിൽക്കും. ഈശോ കുരിശിൽ കിടന്നുകൊണ്ടതാ പ്രാർത്ഥിച്ചത്. മറ്റൊരു സുന്ദരമായ പ്രാർത്ഥന കേൾക്കുമ്പോൾ അത്ര സുന്ദരമാണെന്ന് തോന്നത്തില്ല. ഈശോയുടെ ഒരു നിലവിളി നമ്മൾ കാണുന്നുണ്ട്. എലോയി എലോയി ലാമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞു. നമുക്കറിയാം സങ്കീർത്തനം 22 ഈശോ നിലവിളിക്കുമ്പോൾ നിരാശപ്പെട്ട ഒരു നിലവിളിയായിട്ട് തോന്നാം. ചുറ്റും നിന്നവർ തന്നെ പറയുന്നുണ്ട് അവൻ ഏലിയെ വിളിക്കുന്നു, ഇല്ലെങ്കിൽ അവൻ ദൈവത്തെ വിളിക്കുന്നു, ദൈവം ഇറങ്ങി വരട്ടെ, രക്ഷിക്കട്ടെ, തന്നെ അവൻ രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കും ആ അർത്ഥം മനസ്സിലാവുന്നില്ല. പക്ഷേ ഇന്ന് ഈ ധ്യാനം കൂടുന്ന നമുക്ക് ഈ അർത്ഥം മനസ്സിലാകണം. ഈശോ പറഞ്ഞിരുന്ന അർത്ഥം ഇതാണ്: നീ കുരിശിൽ കിടക്കുമ്പോഴും ആരെ വിളിക്കുക? ദൈവമേ എന്ന് മാത്രം വിളിക്കുക. കുരിശ് പ്രതീക്ഷിച്ചതായിരിക്കാം, ശിമയോനെ പോലെ അപ്രതീക്ഷിതമായ കുരിശുകളായിരിക്കാം. കൂടെ നടക്കാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ കുരിശിനെ തള്ളിപ്പറയുന്ന പത്രോസിൻ്റെ ജീവിതമായിരിക്കാം, കരുണ ലഭിച്ച പൗലോസിൻ്റെ ജീവിതമായിരിക്കാം. കുരിശ് എല്ലാവർക്കും വരും. ആ കുരിശിൽ കടന്നുകൊണ്ട് ചുറ്റും നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവാത്ത ആ കുരിശുകളിൽ നീ ആരെ വിളിക്കണം? എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. കൈവിടിഞ്ഞോന്നല്ല, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് തന്നെ വിളിക്കുക. സങ്കീർത്തനം 22 നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഈ യഹൂദ പാരമ്പര്യങ്ങളിൽ നിങ്ങൾ ഈ കാര്യം കേട്ടിട്ടുണ്ടാവും. യഹൂദ പാരമ്പര്യങ്ങളിൽ മരണത്തിൻ്റെ അടുത്ത് കിടക്കുന്ന, മരണത്തിൻ്റെ തൊട്ടടുത്തായിരിക്കുന്ന ഒരാൾക്ക് അവർ സങ്കീർത്തനം പ്രാർത്ഥിക്കണം. പല സാഹചര്യങ്ങളിൽ സങ്കീർത്തനം പ്രാർത്ഥിക്കണം. മരിക്കാൻ കിടക്കുന്നയാൾ സങ്കീർത്തനം തുടങ്ങി വെച്ചാൽ മതി, കൂടെ നിൽക്കുന്നവരത് പൂർത്തിയാക്കണം എന്നാണ് അതിന് അവരുടെ ഒരു നിയമം, അല്ലെങ്കിൽ ഒരു ശാസനം. ശരിക്കും ഈശോ തുടങ്ങി വെച്ചതേ ഉള്ളൂ. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. അത് പൂർത്തിയാക്കേണ്ടത് ആരാണ്? ശരിക്കും ഇന്ന് ജീവിതത്തിൻ്റെ കുരിശിൻ്റെ ചുവട്ടുകളിൽ നിൽക്കുന്ന നമ്മൾ അത് പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ്? ആ സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം. നിരാശയുടെയോ നിലവിളിയുടെയോ ഒന്നും സങ്കീർത്തനമല്ല, പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ
ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ സങ്കീർത്തനങ്ങൾ വചനഭാവമൊക്കെ വായിച്ചു. ഇന്ന് 2 സങ്കീർത്തനങ്ങളൊന്ന് വായിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ ഞാനൊന്ന് ആവശ്യപ്പെടുകയാണ്. ഒന്ന് 121 സങ്കീർത്തനം, പർവ്വതങ്ങളിലേക്ക് ഞാൻ ശിരസ് ഉയർത്തുന്നു. രണ്ടാമത് ഈ 22 സങ്കീർത്തനം, എൻ്റെ ദൈവമേ എന്നുള്ള ഈശോ കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച സങ്കീർത്തനം നമ്മൾ ഇന്നൊന്ന് വായിച്ച് പൂർത്തിയാക്കിയിട്ട് ഇന്ന് നമ്മൾ ഈ ധ്യാനം പൂർത്തിയാക്കുകയാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 22 സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കാം. അതിലൊന്ന് കുഞ്ഞു കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. ഈശോ പ്രാർത്ഥിച്ച സങ്കീർത്തനമാണല്ലോ, പ്രത്യേകിച്ച് കുരിശിൽ കടന്നുകൊണ്ട്. നമ്മുടെ ഈ പീഡാസഹന വാരത്തിലേക്കൊക്കെ ഉടനെ കടക്കുന്നു. നോമ്പിൻ്റെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഈശോയോട് കൂടുതൽ താതാമ്യപ്പെടാൻ, അനുരൂപപ്പെടാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. സ്വർഗ്ഗസ്നായ പിതാവേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോ പ്രാർത്ഥിച്ച ഈ സങ്കീർത്തനവും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, അതൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 22 സങ്കീർത്തനം എടുക്കാം. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. 31 വാക്യങ്ങളാണ്. അതൊന്ന് വായിക്കുന്നത് മുഴുവനായിട്ട് നമ്മൾ വായിക്കുന്നില്ല, നിങ്ങൾ പേഴ്സണലി സമയം പോലെ വായിച്ചാൽ മതി. നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് 1-2 കാര്യങ്ങൾ വായിക്കാം. നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിച്ചു പോകാം. 22 സങ്കീർത്തനം. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈശോയുടെ ഒരു ചോദ്യമായിട്ടല്ല നമ്മൾ ഇനി അതിനെ കാണേണ്ടത്. ഇനി ഇതിങ്ങോട്ട് കാണേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ്. ഇത് ശരിക്കും നോക്കിയേ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് തന്നെ നമ്മൾ വായിക്കില്ലേ, ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ചില ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇത് എനിക്കിങ്ങനെ എഴുതാമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ എഴുതിയാലും ഇതിങ്ങനെ തന്നെ ഇരുന്നേനെ എന്നൊക്കെ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ ഈ സങ്കീർത്തനം എനിക്ക് തോന്നുന്നു ഈ 150 സങ്കീർത്തനങ്ങളിൽ നമുക്ക് ഇത് ഞാൻ എഴുതിയാലും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനം തോന്നുന്നു. നമ്മളിങ്ങനെ ചോദിച്ചിട്ടില്ലേ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ അങ്ങ് ഉപേക്ഷിച്ചു? അത് നമ്മൾ എത്രയോ തവണ ചോദിച്ച് കാണും. അപ്പനോടോ അമ്മയോടോ കൂട്ടുകാരോടോ ഒന്നുമല്ല, ദൈവത്തോട് നേരിട്ട് ഒത്തിരി തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ നീ കൈവിട്ടെ, ബാക്കിയെല്ലാം ഓക്കെ, ഞാൻ പള്ളിയിലൊക്കെ പോകുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, കുമ്പസാരിക്കുന്നില്ലേ, വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്നില്ലേ, ധ്യാനമൊക്കെ കൂടുന്നില്ലേ, ഞാൻ നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നൊരു പൈതലല്ലേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? സങ്കടത്തിൻ്റെ ആധിക്യം വർദ്ധിക്കുന്ന രീതിയിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രാർത്ഥന, എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? എത്രയോ തവണ ചിലപ്പോൾ ചോദിച്ചു കാണും അല്ലേ, കർത്താവേ എന്നെ സഹായിക്കാത്തെ, എന്നെ പ്രാർത്ഥന കേൾക്കാത്തെ, ഇതെന്നെ ഞാൻ കരയുന്നത് മാത്രം കാണാത്തെ. പുറപ്പാട് പുസ്തകമൊക്കെ കോട്ട് ചെയ്തുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, ഞാൻ ഈജിപ്തിൻ്റെ വേദനയിലായിരിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങൾ ഞാൻ കാണുന്നു, അവരുടെ രോദനം ഞാൻ കേൾക്കുന്നു. ഈശോയെ, നീ എൻ്റെത് കേൾക്കുന്നില്ലേ? അത്രയും ദൂരെ ഈജിപ്തിലുള്ള കരച്ചിൽ നീ കേട്ടു, ഇവിടെ ഇരിക്കുന്ന എൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നില്ലേ? സങ്കീർത്തനം 10-14 നമ്മൾ 1000 തവണയൊക്കെ എഴുതി വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും. അവിടുന്ന് കാണുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാടും ക്ലേശങ്ങളൊക്കെ അവിടുന്ന് കാണുന്നുണ്ട്. കർത്താവെ, ഞാൻ എഴുതി, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും നന്നായില്ല, നീ എൻ്റെ പ്രാർത്ഥനയെങ്കിലും കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കും. എൻ്റെ രോദനം കേൾക്കാതെ, എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വൈ ആർ യു എവേ? ഈശോ തിരിച്ചൊക്കെ ഒരു മറുപടി പറയും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23:23, അടുത്തായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? അകലെ ആയിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? പ്രവാസത്തിലായിപ്പോയൊരു ജനതയോട് കർത്താവ് പറയുന്ന വാക്കാണ്. അടുത്തായിരിക്കുമ്പോൾ മാത്രമല്ല, വിളി കേൾക്കുമ്പോൾ മാത്രമല്ല, നീ വിളിക്കുന്നുണ്ടല്ലോ, ഞാനിത് കേട്ടിട്ടുണ്ട്. അകലെയാണെങ്കിലും ഞാൻ നിൻ്റെ ദൈവം തന്നെയാണ്, നിന്നെ സഹായിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നിലവിളി, അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ 3 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ഇന്നൊരു അവസാനത്തെ ദിവസമാണ് കൂടാൻ പറ്റിയത്. ഈശോയ്ക്ക് നിന്നോടൊന്നും പറയാനുള്ള ഈ കാര്യമാട്ടോ കുഞ്ഞെ, നീ നിലവിളിക്കണം, ഈശോയെ മാത്രം നോക്കി നീ നോക്കണം, ഈശോയെ മാത്രം, നിനക്ക് ഉത്തരം കിട്ടും. സങ്കടത്തോടെ ചോദിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്, എന്നെ അങ്ങ് അകന്ന് നിൽക്കുന്നതൊക്കെ ചോദിക്കും, ഉത്തരം ഈശോ തന്നിരിക്കും. അതാണ് ഈ വിശ്വാസത്തിൻ്റെ ഒരു കൃപ നമ്മിലേക്ക് നിറയാൻ പോകുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ കാരുണ്യവും സ്നേഹവും ഒക്കെ നമ്മളിലേക്ക് കരകവിഞ്ഞൊഴുകും ഈശോയെ നോക്കി ജീവിക്കുന്ന ഒരാൾക്ക്. പർവ്വതങ്ങളിൽ നോക്കി, കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരാൾക്ക് കർത്താവ് പരിപാലിക്കും. പ്രിയപ്പെട്ട സ്വരങ്ങളെ, തുടർന്നുള്ള വചനത്തിൽ ശ്രദ്ധിച്ച്, അകന്ന് നിൽക്കുന്ന എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ച് 2-ാം വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങേ നോക്കി വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല, രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. സങ്കടമാണല്ലേ അത്? നമ്മൾ നിലവിളിക്കും. ബൈബിളിലേക്ക് ഓരോ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കൊതി വരും. തീച്ചോളെ കടന്ന് 3 ചെറുപ്പക്കാർ തീ ആളി കത്തുമ്പോൾ 7 ഇരട്ടി കത്തുമ്പോൾ അവർ വിളിക്കുകയാണ്, ദൈവത്തെ വിളിച്ച് ആരാധിക്കുക, നന്ദി പറയുകയാണ്. അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടു. 3 പേര് തീക്കകത്തേക്ക് വീണു. 4-മതൊരുവൻ ദൈവകുമാരനെ പോലെ ഒരാൾ അവരെ ഇങ്ങനെ പൊള്ളലേക്കാതെ പൊതിഞ്ഞു പിടിക്കുകയാണ്. കർത്താവെ, ഞാനും നിലവിളിക്കുന്നില്ലേ, എൻ്റെ പ്രാർത്ഥന എന്നാ കേൾക്കാത്തെ? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിംഹക്കുഴിയിൽ നിന്ന് കർത്താവിനെ ഓർത്തു, ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ കർത്താവ് ഓർത്തു. പക്ഷെ നമ്മളെ കാണുന്നില്ലോ എന്നൊക്കെ ചിന്തിക്കും. കാറ്റുകൾ ഇളകുമ്പോൾ, തിരമാലകൾ
വള്ളത്തിലേക്ക് ആഞ്ഞു കയറുമ്പോൾ ഞങ്ങളിതാ മരിക്കുന്നു എഴുന്നേക്കോ എന്ന് പറയുമ്പോൾ എഴുന്നേക്കുന്നൊരു കർത്താവാണ് ആ വള്ളത്തിൽ. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നൊരു കർത്താവാണ്. എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെ കൊടുങ്കാറ്റുകളാൽ പേമാരികളാൽ ആടി ഉലയുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചുണർത്തിയിട്ടും നീ എന്തേ കർത്താവെ കേൾക്കാത്തതെന്ന് നെഞ്ചിൻ്റെ ആഴത്തിൽ തട്ടി നമ്മൾ നിലവിളിക്കുന്നുണ്ട്. പകൽ മുഴുവൻ ഞാൻ കരഞ്ഞു, രാത്രിയിലും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വൈ ആർ യു നോട്ട് ആൻസറിങ് മീ? ഈശോയെ നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു പരാതിയൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നതൊരു പരാതിയല്ല, ഒരു പ്രത്യാശയാണ്. അയാൾ പിന്നീട് അയാൾക്കുണ്ടായ സഹനങ്ങളെക്കുറിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനമാണെങ്കിലും നമുക്കുണ്ടാകുന്ന സഹനങ്ങളെക്കുറിച്ചൊക്കെ ആണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. കർത്താവെ എണ്ണി ഞാൻ പറയാം എനിക്കെൻ്റെ സങ്കടങ്ങൾ. നമ്മളിപ്പോൾ നമ്മളെ എഴുതുവാങ്കിൽ പറയും കർത്താവെ കടവാ, രോഗമാ, വേദനയാ, തെറ്റിദ്ധാരണയാ, പരീക്ഷ തോറ്റു നിൽക്കുകയാണ്, സ്നേഹം പരാജയപ്പെട്ട് നിൽക്കുകയാണ്, വഞ്ചനയുടെ ഇരയായിട്ട് നിൽക്കുകയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ഓരോരോ സങ്കടങ്ങൾ പറയും നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ, ശരീരത്തിൻ്റെ വേദനകൾ. ഇതുപോലെ തന്നെ സങ്കീർത്തകൻ അയാളുടെ വേദനകളെല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് എഴുത്തു വെക്കുകയാണ്. 22-ാം സങ്കീർത്തനം തുടർന്ന് വായിക്കണം. 7-8 വാക്യങ്ങൾ. 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. 6 മുതൽ വാക്യം. എന്നാൽ ഞാൻ മനുഷ്യനല്ല, കൃമിയത്രേ, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. 7-ാം വാക്യം. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. പറയാണ് അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ. മനുഷ്യർ കളിയാക്കുകയാണ്, മനുഷ്യർ പിന്നെ ശപിക്കുകയാണ്. എന്താ കാരണം? എന്താ? ഞാൻ ചെയ്തൊരു തെറ്റിൻ്റെ പേരിലൊന്നും അല്ല, ഞാൻ ചെയ്തു പോയ ഒരു അബദ്ധത്തിൻ്റെ പേരിലൊന്നും അല്ല, ചെയ്തൊരു പാപത്തിൻ്റെ പേരിലല്ല. അടുത്ത വാക്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. 8-ാം വാക്യം. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. കളിയാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ കളിയാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇതിങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? നാട്ടിൽ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇടവകയിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ മാത്രം ഈശോയിൽ വിശ്വസിച്ചു, നിങ്ങളൊരു കുരിശെടുത്ത് കഴുത്തിൽ അണിഞ്ഞ് നടന്നു, ഒരു കൊന്തെടുത്ത് കൈപ്പിടിച്ചു, ബൈബിൾ കൊണ്ട് നടക്കാൻ തുടങ്ങി, വചനം പറയാൻ തുടങ്ങി, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി, ദൈവവിശ്വാസം മുറുകെ പിടിച്ച് ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. പക്ഷെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ ചിലപ്പോൾ കളിയാക്കും, നിങ്ങളുടെ ആത്മീയതയെ തെറ്റിദ്ധരിക്കും, നിങ്ങളെ കളിയാക്കും ഈശോയിൽ ആശ്രയിച്ചതിൻ്റെ പേരിൽ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ല, ജെറമ്യാ തൻ്റെ വലിയ സങ്കടം പറയുന്നുണ്ട്. കർത്താവെ നീ എന്നെ പറ്റിച്ചു, നീ എന്നെ പറ്റിച്ച് വഞ്ചിച്ച് എന്നെ ഒരു പരുവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ വചനം എനിക്ക് നാണക്കേടിന് കാരണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി നിന്നെക്കുറിച്ച് സംസാരിക്കുന്ന പോലും ഇല്ലെന്ന് ഇങ്ങനൊരു കുസൃതിയോടെ വാശി പിടിച്ച് ജെറമ്യാ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് മിണ്ടാണ്ടിരിക്കുകയാണ് ജെറമ്യാ പരാതി പറയുമ്പോൾ. ആ നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം ജെറമ്യാ കേട്ടിട്ട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഇനി ചിന്തിക്കുക പോലും ഇല്ലെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്, പക്ഷേ നിന്നെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കർത്താവേ. നിന്നെക്കുറിച്ച് ഞാൻ പറയാതിരുന്നാൽ അതെൻ്റെ അസ്ഥിക്കുള്ളിൽ അഗ്നി സൂക്ഷിച്ചതുപോലെയാണ്, അതെന്നെ എരിയിച്ച് കളയും. വീരയോദ്ധാവിനെ പോലെ അങ്ങൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഇനിയും നിനക്ക് വേണ്ടി ജീവിക്കും, എൻ്റെ ശത്രുക്കൾക്ക് കാലിടറും. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്ന അനുഭവങ്ങൾ, ശപിക്കുന്ന, കളിയാക്കുന്ന, അത് ആത്മീയതയുടെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിൽ മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങളുടെ ഒരു കുറവിൻ്റെ പേരിൽ ചിലപ്പോൾ കളിയാക്കപ്പെട്ടേക്കാവേ. നിങ്ങൾ പണ്ട് ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ വീണ്ടും ആളുകൾ കൊഞ്ഞനം കുത്തിയേക്കാം, മാറി നിന്നേക്കാം, തിരിഞ്ഞു നിന്നേക്കാം. അവർ നിങ്ങളെ ഗ്രൂപ്പിൽ ചേർക്കാതെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ ഒരുപക്ഷെ നിങ്ങളുടെ പാപജീവിതം കൊണ്ടോ, രണ്ടിനും സാധ്യതയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങളെ ചിലപ്പോൾ അവർ ആ ഗ്രൂപ്പിൽ വിളിക്കത്തില്ല. അവർ ചിലപ്പോൾ ഒരു തെറ്റിൻ്റെ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങളെ ക്ഷണിക്കത്തില്ല. ഇല്ലേ, അവർക്ക് ആനന്ദിക്കാൻ നിങ്ങളൊരു തടസ്സമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ മാറ്റി നിർത്തും. സംഭവിക്കും. ആനന്ദിക്കുക. ക്രിസ്തുവിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്നതിൽ, നാണം കെടേണ്ടി വന്നതിൽ അപ്പസ്വലന്മാരെ പോലെ ആനന്ദിക്കുക. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പേരിൽ നിങ്ങൾ കളിയാക്കപ്പെടാം. ഇനിയോ പാപജീവിതത്തിൻ്റെ പേരിലും കളിയാക്കപ്പെടാം. ചില ശിക്ഷയായിട്ട് അതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ആ സഹനത്തെ. പക്ഷേ നമുക്ക് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. പണ്ടെങ്ങാണ്ടോ ചെയ്തു പോയൊരു തെറ്റാണ്, ഒരു അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റാണ്. കർത്താവ് ക്ഷമിച്ചു, കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. പക്ഷേ നാട്ടുകാർ ക്ഷമിക്കുന്നില്ല, നാട്ടുകാർ മറക്കുന്നില്ല, അവർ കളിയാക്കും. ഇനി നിങ്ങൾ ചെയ്തതാണെന്നില്ല, നിങ്ങളുടെ വീട്ടിലാരോ ഒരാൾ ചെയ്തായിരിക്കാം, നിങ്ങളുടെ അകന്നൊരു ബന്ധു ചെയ്തായിരിക്കാം, കളിയാക്കും. അവൻ്റെ ബന്ധുവല്ലേ നീ, അവളുടെ വീട്ടിലുള്ളതല്ലേ നീ. മാനുഷികമായിട്ട് ചിലപ്പോൾ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ വന്ന് സങ്കടങ്ങൾ പറയാറുണ്ട്. അവർ ചെയ്ത തെറ്റല്ല, അപ്പൻ മഹാകുടിയനാണ്, അപ്പൻ കുടിയനായതുകൊണ്ട് സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട ഒരാളുടെ ദൂഷ്യ സ്വഭാവം കാരണം അവർക്ക് തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും അവരെ നോക്കി കൊഞ്ഞനം കൊടുത്താണ്, കളിയാക്കുകയാണ്. തനിക്കുണ്ടായ സഹനങ്ങളെ മുഴുവൻ ഈ സങ്കീർത്തകൻ എടുത്തു പറയാണ് 7-8 വാക്യങ്ങളിൽ. മറ്റൊരു വചനം കൂടെ വായിക്കണം. 22-ാം സങ്കീർത്തനത്തിലെ 16, 18 വാക്യങ്ങൾ, 16, 17, 18 വാക്യങ്ങൾ വായിക്കാം. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. 17, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, അവർ എന്നെ തുറിച്ചു നോക്കുന്നു, അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ നടുക്കിടുന്നു. ആദ്യം പറഞ്ഞ ഭാഗം 7-8 വാക്യങ്ങൾ മനസ്സിലുണ്ടായ സംഘർഷങ്ങളാണ്. മറ്റുള്ളവരുടെ ശാപവാക്കുകളും കളിയാക്കലുകളും താരതമ്യങ്ങളും ബ്രാൻഡിങ്ങും ഒക്കെ കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വന്ന സഹനങ്ങൾ.
ഇത് നോക്ക്, നമ്മുടെ ശരീരത്തിന് വരുന്ന സഹനങ്ങൾ, പീഡനങ്ങൾ, നായ്ക്കൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനിങ്ങനെ കാണണം, രോഗം വന്ന് നമ്മളിങ്ങനെ കടിച്ച് കീറുകയാണ്. എൻ്റെ അസ്ഥികൾ അവർ എണ്ണുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലായിരിക്കും നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അങ്കിക്കായി എൻ്റെ വസ്ത്രത്തിനായി എൻ്റെ അങ്കിക്കായി അവർ നറുക്കിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നേരാമണ്ണം ഒരു ഉടുപ്പിട്ടുകൊണ്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇത്രയും ചിന്തിച്ചാൽ മതി. ആശുപത്രിയിലൊക്കെ കടന്നു പോകുന്ന അവസ്ഥയില്ലേ? നമ്മൾ കടന്നിട്ടുണ്ടാകും, നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നിട്ടുണ്ടാവും. സ്വന്തമായിട്ടുള്ള ഉടുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല. ആശുപത്രിക്കാർ തരുന്ന ഒരു ഗൗൺ ഇട്ടുകൊണ്ട് കിടക്കേണ്ടി വരും. നല്ലൊരു വ്യാഖ്യാനമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇതൊക്കെ സംഭവിച്ചേക്കാം. നമ്മുടെ സ്വന്തമായിട്ടൊരു ഉടുപ്പ് പോലും ഇടാണ്ട് കിടക്കുന്നൊരവസ്ഥ, ഒരു ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നൊരവസ്ഥ, സർജറിക്ക് വിധേയരാകുന്ന അവസ്ഥ, രോഗങ്ങൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും, ഇഷ്ടംപോലെ സഹനവും വേദനയും. ഒരുപക്ഷെ ആശുപത്രി കിടന്നുകൊണ്ട് മൊബൈൽ സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ ഈ ശുശ്രൂഷ കൂടുതലായിരിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ അസ്ഥികൾ എണ്ണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ പോലും, നീ ഒരു രോഗക്കിടക്കയിലാണെങ്കിൽ പോലും, ഇന്ന് ഈ ബോധ്യം നിറഞ്ഞ നീ സൗഖ്യദായകനായ ഈശോയെ മാത്രം വിളിച്ചോളുക. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ലേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ ആശുപത്രി കിടക്കയിൽ, ഈ രോഗക്കിടക്കയിൽ, ഒരുപക്ഷെ വീട്ടിൽ ഒരു കട്ടിലിൽ കടന്നു പോയിട്ടുണ്ടാകാം, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇപ്പം പ്രാർത്ഥിക്കണേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. വേറെ പരാതികളൊന്നും പറയണ്ട. എന്നെ കേൾക്കാത്ത, രാവും പകലും നിലവിളിച്ചിട്ട് എന്നെ സൗഖ്യപ്പെടുത്താതെ ഒന്നും ചോദിക്കണ്ട. ഇങ്ങനെ മനസ്സിൽ ഇത് ആവർത്തിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. സൗഖ്യം വരും. ഒരു പ്രത്യാശയോടുകൂടി വേണം അത് പ്രാർത്ഥിക്കാൻ. 22-ാം സങ്കീർത്തനം നമ്മൾ പറഞ്ഞില്ലേ, പരാതിയുടെ വിലാപങ്ങളുടെ സങ്കീർത്തനമല്ല, ഒരു വലിയ പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ആ പ്രത്യാശ തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ? 22-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ മുമ്പിൽ സങ്കീർത്തകൻ ഒരു വലിയ ഉദാഹരണം കാണിച്ചു തരികയാണ്. നമുക്ക് പരാതികളുണ്ട്, നമുക്ക് വേദനകളുണ്ട്, നമ്മളീ കടന്നു പോകുന്ന വേദന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊന്നും അല്ല പ്രധാനം. കർത്താവിൻ്റെ പരിശുദ്ധി, കർത്താവിനെ അതിനിടയ്ക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പേ പറഞ്ഞ ഒരു ഉദാഹരണം ഒന്നുകൂടെ മനസ്സിലോട്ട് കൊണ്ടുവരണേ. തീജ്വാല കത്തിയെരിയുന്ന തീജ്വാലയെ നോക്കല്ല, ആ തീജ്വാലയെ തണുപ്പിക്കാൻ പറ്റുന്ന മഞ്ഞും മഴയും സൃഷ്ടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധിക്കുകയാണ് 3 ചെറുപ്പക്കാർ, ഷദ്രാക്കും മെഷാക്കും അബദ്നഗോയും. തീച്ചൂളയിൽ കിടക്കുന്ന സമയത്ത് അവർ കർത്താവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുകയാണ്. അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പസ്തോലർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. അവർ കാരാഗൃഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ ഘനത്തെക്കുറിച്ചോ അല്ല ചിന്തിച്ചത്, കയ്യിൽ തൂങ്ങിയാടുന്ന ചങ്ങലകളുടെ ഘനത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്. ആ ചങ്ങല വെച്ചൊരു സംഗീതോപകരണമാക്കി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു. ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. നമുക്ക് ഈ ഒരൊറ്റ ഓപ്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്കുള്ളത്. നോക്കിയിരുന്നാൽ ചിലപ്പം നോക്കിയിരിക്കാൻ 100 കണക്കിന് വേദനകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. വീണുപോയ 10,000 കുഴികൾ നമുക്കുണ്ടാകാം. പക്ഷേ ഈ വേദനകളെ അതിജീവിച്ച ഈശോയും ഈ കുഴിയിലേക്ക് കൈനീട്ടിപ്പിടിച്ച് നമ്മളെ പൊക്കിയെടുക്കുന്ന കർത്താവിനെ മാത്രം നോക്കിയാലേ നമുക്ക് കയറിപ്പോരാൻ പറ്റുള്ളൂ. സ്തുതിച്ചോളുക. പരാതികളില്ല, പരാതികൾ ഉത്തരം തരില്ല. സ്തുതികൾ മാത്രമേ പ്രത്യാശ നമുക്ക് തരത്തുള്ളൂ. പരാതികൾ നമ്മൾ പല്ല് കടിച്ചുകൊണ്ടിരിക്കും, പക്ഷേ പ്രത്യാശ നമുക്ക് പുതിയ വാതിലുകൾ തുറന്നു തരും. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഈ പരാതികളൊന്നും പറയാതെ ഈ സങ്കീർത്തകൻ നമ്മൾ കർത്താവേ നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞ് സ്തുതിക്കുക. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്നവനെ നീ പരിശുദ്ധനാണ്. തുടർന്നുള്ള വാക്യം ഒരു പ്രത്യാശയുടേതാണ്. 4-ാം വാക്യം, അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു, അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു, അങ്ങേ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. നോക്കിക്കേ, പരാതി അല്ല പറയുന്നത്, പ്രത്യാശയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കും. കാരണം എന്താ? ഞങ്ങളുടെ കഴിഞ്ഞ തലമുറ ഇതിനു മുമ്പ് നിന്നെ ആശ്രയിച്ച ആരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. നിന്നെ നോക്കി നിലവിളിച്ച ആരും ഇതുവരെ ഭഗ്നാശരാവേണ്ടി വന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് നോക്കി നമുക്ക് നിലവിളിക്കണമെങ്കിൽ ഈ ഒരു ബോധ്യം വേണം. നാളിതുവരെ ഉണ്ടായ എല്ലാ സഹനങ്ങളിലും കർത്താവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ? നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. ഓർത്തെടുക്കാനാണെങ്കിൽ എന്തോ ഒരു അനുഭവങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കഴിഞ്ഞ കാലത്തിലെ കഷ്ടപ്പാടുകളല്ല. ഹെബ്രായർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ ആ കഷ്ടപ്പാടുകളെ പൊരുതി നിന്നത് കർത്താവ് തന്ന ആത്മധൈര്യത്തിൽ, ആത്മശക്തിയിൽ പിന്മാറി പുറകോട്ട് പോവാതെ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ് നമ്മളെന്ന് ലേഖനകർത്താവ് നമ്മളോട് പറയുന്നത് പോലെ. ഓർത്തെടുക്കേണ്ട ഒറ്റ കാര്യമാണ് ഈ കഷ്ടപ്പാടുകളെ കർത്താവിനോട് ചേർന്ന് നിന്ന് അതിജീവിച്ചത്. കൊരിന്തോസുകാർക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുവരെ ഉണ്ടായ കഷ്ടപ്പാടുകളിൽ നിന്ന്, ഇതുവരെ ഉണ്ടായ സഹനങ്ങളിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന്, അത്ര ഗൗരവമേറിയ വിപത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു, ഇനിയും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുന്നു. പരാതി പറയുകയല്ല,
പരാതിപ്പെട്ട് പോയേക്കാം, സങ്കടം വന്നേക്കാം. പക്ഷേ പ്രത്യാശയുടെ സങ്കീർത്തനം പാടിക്കൊണ്ട് വേണം ഒരു ദൈവവിശ്വാസി ജീവിക്കാൻ. ഈ നോമ്പിൻ്റെ സഹനങ്ങൾക്കിടയിൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന നൂറുകണക്കിന് സഹനങ്ങളുടെ ഒരു മിനിയേച്ചർ ഫോമായിട്ട്, ഒരു ട്രെയിലർ മാത്രമായിട്ട് ഇപ്പോൾ ഈ കുഞ്ഞു സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പരാതി പറയുകയല്ല ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് പ്രത്യാശ മാത്രം. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്നവനെ, അങ്ങ് പരിശുദ്ധനാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങിൽ ആശ്രയമർപ്പിച്ചു, അവരാരും ഭഗ്നാശരാകേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനും ആശ്രയിക്കുന്നു, ഞാനും പ്രത്യാശിക്കുന്നു. ഈ കുരിശിലേക്കല്ല, കുരിശിനെ അതിജീവിച്ച ക്രിസ്തുവിലേക്ക് നോക്കി ഞാൻ നിലവിളിക്കുന്നു. ഈ വേദനകളിലേക്കല്ല, ഈ വേദനകളിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവിലേക്ക് നോക്കി ഞാൻ നിലവിളിക്കുന്നു. പർവ്വതങ്ങളിലേക്കല്ല, ആ പർവ്വതങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന കർത്താവിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. അടിത്തിമിർത്ത് വരുന്ന, തകർത്തെറിയാൻ വരുന്ന തിരമാലകളിലേക്കല്ല, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ക്രിസ്തുവിലേക്ക് ഞാൻ നോക്കുന്നു. എന്നെ ചവിട്ടിത്താഴ്ത്തിയ കുഴികളിലേക്കല്ല, ആഴത്തിൻ്റെ കല്ലറയുടെ അന്ധകാരത്തിൽ നിന്നും കയറി വന്ന ക്രിസ്തുവിലേക്ക് ഞാൻ നോക്കുന്നു. എപ്പോഴും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചവരിലേക്കല്ല, യുഗാന്ത്യം വരെ കൂടെ കാണുമെന്ന് പറഞ്ഞ ഈശോ മിശിഹായിലേക്ക് മാത്രം ഞാൻ നോക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് വിശ്വാസ ജീവിതം, ഇതാണ് സഹനത്തിൻ്റെ മുമ്പിൽ ഒരു ദൈവവിശ്വാസി ജീവിക്കേണ്ട സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങളും കൂടെ ഒരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ധ്യാനം പൂർത്തിയാക്കാം. 22-ാം സങ്കീർത്തനത്തിൽ ഈ പ്രത്യാശ അർപ്പിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തകൻ. 22-ാം അധ്യായം 10-ാം വാക്യം ഒരു വലിയ പ്രാർത്ഥനയാണ്, ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. 22-10. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു പ്രാർത്ഥനയും ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവേ, ഞാൻ നിൻ്റെ കുഞ്ഞാണ്, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അങ്ങാണ് എൻ്റെ ദൈവം. അമ്മ എന്നെ പ്രസവിച്ചു, അപ്പൻ എനിക്ക് ജന്മം നൽകി, പക്ഷേ അങ്ങാണ് എൻ്റെ ദൈവം. അപ്പൻ എൻ്റെ വിളി കേൾക്കുന്നില്ല, അമ്മ എൻ്റെ കരച്ചിൽ കാണുന്നില്ല, അങ്ങ് എൻ്റെ ദൈവമാണ്. സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞു തരില്ലേ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവിനെ ഉപേക്ഷിക്കില്ല. നമുക്ക് പിടിച്ച് കയറാൻ, മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ദിസ് ഷുഡ് ബി ദ റീസൺ. ഇതായിരിക്കണം നമുക്ക് ജീവിക്കാനുള്ള പ്രത്യാശയുടെ കാരണം. അതൊരു പ്രാർത്ഥനയും ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ പിറന്നു വീണത്, അങ്ങാണ് എൻ്റെ ദൈവം. മറ്റൊരു വാക്യം 19-ാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. കർത്താവെ, അകന്നിരിക്കരുതേ. ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട്, ഞാൻ രാവും പകലുമൊക്കെ നിലവിളിക്കുന്നു, കർത്താവ് കേൾക്കുന്നില്ല. പരാതിയൊന്നും ഞാൻ പറയുന്നില്ല, പ്രത്യാശ എനിക്കുണ്ട്. എന്നാലും ആ പ്രത്യാശയിൽ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, അകന്നിരിക്കരുത്, എൻ്റെ സഹനം നിനക്കറിയാം, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. 24-ാമത്തെ വാക്യം മറ്റൊരു വാക്യം, സുന്ദരമായ വാക്യമാണ്. എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല, തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. 10-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു വിശ്വാസമാണ്, ഒരു പ്രഖ്യാപനമാണ്, ഒരു പ്രത്യാശയാണ്. ഞാൻ നിലവിളിച്ചു, കർത്താവ് എൻ്റെ ഉത്തരം, എനിക്കതിന് ഉത്തരം തരും. അവസാനത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, 31-ാമത്തെ വാക്യം. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നതെന്ന് അവർ ഉദ്ഘോഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സഹനങ്ങൾ, വേദനകളൊക്കെ വരുമ്പോൾ അതിനൊരു അർത്ഥം കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അർത്ഥം കർത്താവ് നമുക്ക് തരികയാണ്. എന്താണ് ഈ സഹനങ്ങളുടെയൊക്കെ അർത്ഥം? എന്തിനാണ് ഇത്രയും സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന വൈകുന്നത്, ഉത്തരം കിട്ടാൻ വൈകുന്നത്? ഒരു ഉറപ്പ് നമ്മുടെ മുമ്പിൽ, അതാണ് നീ ഒരു സാക്ഷ്യമായിട്ട് മാറും. നിൻ്റെ മുമ്പിൽ കർത്താവ് ഒരുക്കുന്ന വഴികൾ നാളെ ജനത്തിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് മാറും. ഇവൻ കർത്താവിൽ ആശ്രയിച്ച് അവൻ നാണം കെടേണ്ടി വന്നില്ല എന്ന് ജനം നിന്നെ നോക്കി പറയും, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയും. കർത്താവ് മഹത്തായ കാര്യങ്ങൾ ചെയ്തെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി കർത്താവ് ഈ സഹനത്തെ ഒരനുഗ്രഹമാക്കി മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഈ വാർഷിക ധ്യാനം, ഈ നോമ്പുകാല ധ്യാനം അവസാനിപ്പിക്കാൻ. നമ്മളുടനെ ആരാധനയിലേക്ക് പ്രവേശിക്കും. ഇന്നത്തെ ആരാധനയുടെ സമയത്ത് നിങ്ങളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്. 121-ാം സങ്കീർത്തനം നിങ്ങളൊന്ന് എടുത്തു വെക്കണം. ഉടനെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. ആരാധനയുടെ സമയത്ത് ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയും. ഈശോയോട് തന്നെ നമ്മളെല്ലാ നിയോഗങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവിന് നന്ദി പറയുന്നതിനോടൊപ്പം നമ്മളിന്ന് ആരാധന പൂർത്തിയാക്കുന്നത് 121-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചുകൊണ്ടാണ്. നിങ്ങളത് ഒരുമിച്ച് വായിക്കണം. ഈശോയോട് ഇന്നലിച്ച് വെച്ചിട്ടുണ്ടാവും, അച്ഛനോട് ഒന്ന് വായിക്കുക. ആ സമയത്ത് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ. ഒരു ടി വി സ്ക്രീനിൻ്റെ അപ്പുറയിപ്പുറയൊക്കെയാണ്, ഒരു സ്ക്രീനിൻ്റെ അപ്പുറയിപ്പുറയൊക്കെയാണ്, പക്ഷേ ആത്മാവിൽ നമ്മൾ ഈശോയുടെ അടുത്താണ്, നമ്മൾ ഒരുമിച്ചാണ് ആരാധിക്കുന്നത്. ആ ആരാധന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കണം. നമ്മുടെ നോമ്പ്, ഈ വർഷത്തെ നോമ്പ് ഏറ്റവും അനുഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനിയുള്ള ദിവസങ്ങൾ ഒരു തെറ്റുപോലും ചെയ്യാതെ, ഒരു വീഴ്ച പോലും ഉണ്ടാകാതെ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക. വീണ് പോകാം, പ്രലോഭനങ്ങൾ വരാം. ഏറ്റവും അടുത്തടുത്ത് കുമ്പസാരിച്ചു ക്ലീനായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുക. ഒരു തിന്മയ്ക്കും കൈ കൊടുക്കാതെ, ഒരു പാപത്തിന് അടിമപ്പെടാതെ പരിശുദ്ധമായിട്ട് ഈ തവണ നമുക്ക് ഈ ഒരു വിശുദ്ധ ദിവസങ്ങളെ ആചരിക്കണ്ടേ.
ഓശാനയുടെ ആ ദിവസങ്ങൾ മുതൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പത്രോസിനോട് പറഞ്ഞ പോലെ, ശിമയോൻ ഗോതമ്പ് പോലെ പിശാച് നിന്നെ പാറ്റാൻ ശ്രമിക്കും. നീ വീണു കൊടുക്കരുത്, നീ എഴുന്നേക്കണം. എന്നിട്ട് നിൻ്റെ പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തണം. ആ ശക്തി ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ശാലോം ടിവിയുടെ ശുശ്രൂഷകളെ സമർപ്പിക്കാം. നമ്മളിലേക്ക് ഈ വചനം എത്തുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മാറട്ടെ. കേൾക്കുന്ന ഒരു വചനം പോലും വെറുതെ ആവാതെ, 30ഉം 60ഉം പോലും ആവാതെ 100 മേനി ബലം നമ്മുടെ ഈ ശുശ്രൂഷകൾ വഴിയൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടനെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാറായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഈശോയെ, വീണ്ടും ഒരു സമയം കൂടെ അങ്ങയുടെ മുൻപിൽ ആയിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ ഈ ദാനത്തിന് നന്ദി പറയുകയാണ്. ഈശോ, ഞങ്ങളുടെ കരുണയത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ നോമ്പുകാല ധ്യാനം ഇന്ന് ഞങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വർണ്ണിക്കാനാവാത്ത ആ സ്നേഹവും കാരുണ്യവും കൃപയും എല്ലാം ശക്തിയുമൊക്കെ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നോമ്പുകാലത്ത് ഈശോ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഈ ശുശ്രൂഷയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങ് തന്ന വലിയ ദാനങ്ങൾക്ക് അത് മുട്ടോളമല്ല അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത അത്ര വലിയൊരു അനുഗ്രഹവും സ്നേഹവും ഞങ്ങൾക്ക് നൽകി അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. വർണ്ണിക്കാനാവാത്ത ഈ അനുഗ്രഹങ്ങൾക്ക് കർത്താവേ അങ്ങേക്ക് സ്തുതി. വാക്കുകളാൽ വിലമതിക്കാൻ പറ്റാത്ത വചനങ്ങൾക്ക് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹമാക്കാൻ, ഇനിയുള്ള ദിവസങ്ങളെല്ലാം കൂടുതൽ അഭിഷേകമാക്കി മാറ്റാൻ അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിച്ചതിന്, ബോധ്യങ്ങൾ തന്നതിന് യേശുവേ നാഥ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് നന്ദി. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, കഴിഞ്ഞ 4 ദിവസങ്ങളിൽ, ഈ 4 ധ്യാനത്തിൻ്റെ മണിക്കൂറുകളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഓരോ വചനത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. തന്ന ഓരോ ബോധ്യങ്ങൾക്ക്, തിരുത്തലുകൾക്ക്, തിരിച്ചറിവുകൾക്ക് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വാക്കുകൾക്ക്, അങ്ങയുടെ വചനങ്ങൾക്ക് ജീവനുണ്ട്. ആ ജീവനുള്ള വാക്കുകൾ ഞങ്ങളെ സൗഖ്യപ്പെടുത്തി, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ബലപ്പെടുത്തി, ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ കൃപ നൽകി, ഞങ്ങൾക്ക് പുത്തൻ വഴികൾ തുറന്നു തന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ അങ്ങ് ഓർത്തു, സ്നേഹിച്ചു. അങ്ങേ മാത്രം നോക്കി ജീവിക്കാൻ ഞങ്ങൾക്കൊരു ബോധ്യം നൽകി. എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ വചനങ്ങൾക്കും, എല്ലാ തിരുത്തലുകൾക്കും, തിരിച്ചറിവുകൾക്കും ഈശോയെ നന്ദി. ശിരസ്സ് നമിച്ച്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ, ഞങ്ങളുടെ സ്വീകരണ മുറികളിൽ ഒരു TV സ്ക്രീനിൻ്റെ മുമ്പിലോ ഒരു ലാപ്ടോപ്പിന് മുമ്പിലോ ഒരു മൊബൈൽ ഫോണോ തുറന്നു വെച്ച് അങ്ങേ ആരാധിക്കാൻ, അങ്ങയുടെ വചനം കേൾക്കാൻ എത്രയോ വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്നൊന്നും ധ്യാനം കൂടാൻ പറ്റാത്തൊരു സമയമായിരുന്നെങ്കിൽ പോലും ഈശോയെ, അതിനവസരങ്ങളുണ്ടായിട്ടും പോകാൻ പറ്റാതിരുന്നവർക്ക് പോലും, ആഗ്രഹിച്ചിട്ടും സാധിക്കാതിരുന്നവർക്ക് പോലും എത്രയോ വലിയ അനുഗ്രഹമായിട്ടാണ് അങ്ങ് ഈ 4 ദിവസത്തെ ആരാധനയും വചന ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. ഒരു നോമ്പുകാല ധ്യാനം ഞങ്ങൾക്ക് കൂടാൻ കൃപ തന്നതിന് ഈശോയെ നന്ദി പറയും. ശലോൺ TVയിലൂടെ ഈശോ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് നന്ദി പറയും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ്, ഈശോയെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവർ, അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ, ഈശോയെ ഈ ആരാധനയും ഈ ധ്യാന ശുശ്രൂഷകളൊക്കെ നടത്താൻ അങ്ങ് ഒരുക്കി തന്ന ഈ സ്ഥലത്തിന്, ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തെ ഓർത്തും ഈശോ ഇവിടെയുള്ള എല്ലാ വൈദികരെയും ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ വൈദികരോടും ശുശ്രൂഷകരോടും, ഈശോയെ ശലോം TVയിലുള്ള എല്ലാ ശുശ്രൂഷകരോടും ക്രൂ മെമ്പേഴ്സിനോടും ചേർന്ന് ഈ സമയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു അങ്ങയുടെ വചനം കേട്ട് അങ്ങേക്ക് നന്ദി പറയുന്ന അങ്ങയുടെ മക്കൾ അങ്ങേ ആരാധിക്കുന്നു. ഒന്ന് ചേർന്ന് ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ര വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സമയത്താണ് നമ്മൾ. പരിശുദ്ധമായ നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ എങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ ആചരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്തു. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഈശോയുടെ വചനം കേട്ടു, നമ്മൾ ഈശോയെ ആരാധിച്ചു. ഈ ദിവസങ്ങളൊക്കെ എന്തോരോ കാര്യങ്ങളാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്നത്. നമുക്ക് നന്ദി പറയാം. വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റാത്ത അത്ര വലിയ അനുഗ്രഹമാണ് തന്നത്. നമുക്ക് ഇനി ദിവസങ്ങൾ, നമുക്ക് നമ്മുടെ നോമ്പിൻ്റെ മുമ്പോട്ടുള്ള ദിവസങ്ങളൊക്കെ അഭിഷേകമാക്കാൻ വേണ്ടി ഈ 4 ദിവസങ്ങൾ നമ്മൾ കേട്ട കാര്യങ്ങൾ മതി. നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന മണിക്കൂറുകൾ മതി നമുക്ക് ഈ നോമ്പുകാലം ഏറ്റവും അഭിഷേകമാക്കാൻ. ഈ 2026 വലിയ നോമ്പ് ഈ ധ്യാനം കൂടിയവർക്ക് ഏറ്റവും അനുഗ്രഹമാകും. നമുക്ക് ആവശ്യത്തിനുള്ള തിരുത്തലുകൾ കിട്ടി, ബോധ്യങ്ങൾ കിട്ടി. പത്രോസ്ലീഹയുടെ ജീവിതമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നോമ്പുകാല ധ്യാനം ആരംഭിച്ചത്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ നോമ്പുകാലത്ത് ശരിക്കും അനുദപിക്കേണ്ട കാര്യം മാത്രമല്ല, 365 ദിവസവും നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. കർത്താവിനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് തള്ളി പറയുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ വെച്ച് കർത്താവിനെ ബൈപ്പാസ് ചെയ്ത് കളയുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പത്രോസ്ലീഹയുടെ ജീവിതത്തിലൂടെ ഈശോ നമുക്കൊരു ബോധ്യം തന്നു. ഈശോയുടെ ഒരു നോട്ടം മതി. സങ്കീർത്തനം 90:8 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ പോലും വെളിപ്പെട്ടു. ഈശോയുടെ മുമ്പിൽ ഈ വർഷത്തെ ഈസ്റ്ററിന് നമ്മൾ ഒരുങ്ങുമ്പോൾ, വലിയ ആഴ്ചയിലേക്കൊക്കെ നമ്മൾ ഉടനെ പ്രവേശിക്കുമ്പോൾ അനുദപിച്ചെന്ന് കുമ്പസാരിക്കാൻ ഈശോയുടെ ഒരു നോട്ടം മതി. പത്രോസിനെ നോക്കി പത്രോസിൻ്റെ കുമ്പസാരം നടക്കുകയാണ്. അവൻ ഏറ്റുപറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് ഏറ്റവും ശക്തി തന്നൊരു കാര്യമല്ലേ, ഈശോ നമ്മളെ ഓർക്കുന്നുണ്ട് എന്നൊരു ബോധ്യം. നല്ല കള്ളൻ, അവന് കിട്ടിയ ഏറ്റവും വലിയ പ്രോമിസ് ഇതായിരുന്നു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. നമുക്കിതാണ് ബോധ്യം. ഈ ധ്യാനം കൂടിയ നമുക്ക് ഈ പ്രോമിസ് ഏറ്റെടുക്കാം. ഈശോയുടെ കൂടെ ഞാൻ പറുദീസയിലായിരിക്കും. നാളെ സഹനങ്ങൾ വരാം, നാളെ വേദനകൾ വരാം, നാളെ തെറ്റിദ്ധാരണകൾ വരാം, നാളെ വീണ്ടും പിശാചിൻ്റെ ചില പ്രലോഭനങ്ങൾക്ക് വംശവതരായി നമ്മൾ ചിലപ്പോൾ പടുകുഴിയിലേക്കൊക്കെ വീണു പോയേക്കാം. പക്ഷേ ഓർക്കുന്നുണ്ട്, ഈശോ എന്നെ ഓർക്കുന്നുണ്ട്, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ചു കയറി വരാൻ ഈശോയുടെ മുമ്പേ പത്രോസ്ലീഹയെ പോലെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കർത്താവ് നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരികയാണ്. നമുക്ക് അനുദപിക്കാം, നമുക്ക് വിശുദ്ധിയിൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ജീവിക്കാം. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ, നമ്മൾ ആവശ്യമില്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ ഒക്കെ വരുമ്പോൾ കിരേനേക്കാനായ ശിമയോനെ പോലെ ഈശോയുടെ കൂടെ ആ കുരിശ് ഏറ്റെടുത്ത് നടക്കാൻ നമുക്ക് ശക്തി ലഭിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുരിശുകളിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടും എന്നുള്ള ബോധ്യം നമ്മൾ ഇനി മുന്നോട്ട് നയിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹയൊക്കെ പറയുന്നത് പോലെ മുന്നിലുള്ള ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി നമുക്കിനി ജീവിക്കാം. ഈ നോമ്പിൻ്റെ ധ്യാനം അഭിഷേകമായി മാറേണ്ടത്, അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തേണ്ടത് ഇനി ഈശോയെ മാത്രം നോക്കി ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ്. ഒറ്റ ബോധ്യമാണ്, എവിടെയാണേലും ഈശോ എന്നെ ഓർക്കുന്നുണ്ട്. ഞാനൊരു പടുകുഴിയിൽ വീണുപോയാലും ഈശോ എന്നെ ഓർക്കുന്നുണ്ട്. എൻ്റെ നേരെ കൈ നീട്ടിപ്പിടിച്ച് കർത്താവിനെ ഏറ്റെടുക്കുന്നുണ്ട്. കരങ്ങൾ 2 നെഞ്ചോട് ചേർത്ത് പിടിക്കും. കണ്ണുകൾ തുറന്ന് ഈശോയെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കുക. മറ്റാരിലേക്കും അല്ല നമ്മളിനി നോക്കേണ്ടത്, ഈശോയെ മാത്രം. 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നില്ലേ, നാശകരമായൊരു കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് എന്നെ പിടിച്ചെടുത്തു, എൻ്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തി, ഒരു പാറമേൽ എന്നെ അവൻ കൊണ്ടുവച്ചു, എൻ്റെ നാവിലൊരു നല്ല പാട്ട് അവൻ നിക്ഷേപിച്ചു. ആ പാട്ടിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ദാവീദ് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ, നീ എന്നെ പരിഗണിച്ചല്ലോ. 40 സങ്കീർത്തനത്തിലൂടെ കർത്താവിൻ്റെ ആ വാക്ക് ഏറ്റെടുത്ത്, നാവേറ്റെടുത്തുകൊണ്ട് ദാവീദ് നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെക്കുറിച്ച് അവൻ കരുതലുള്ളവനാണ്. കർത്താവ് നിന്നെ പരിഗണിക്കുന്നുണ്ട്, അവൻ നിന്നെ ഓർക്കുന്നുണ്ട്. 40 സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്.
ഞാൻ എത്ര ആടി ഉലഞ്ഞാലും, വഴുതി വീഴുന്നത് പോലെ എനിക്ക് തോന്നിയാലും, എൻ്റെ കാൽ ചുവട് നിലത്ത് നിൽക്കാത്ത അവസ്ഥകളിലേക്ക് വന്നാൽ, ഞാൻ പ്രതീക്ഷയർപ്പിച്ച അവസാനത്തെ മരക്കൊമ്പും ഒടിഞ്ഞു വീഴുമ്പോഴും, ആകാശത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ ഒന്നും കാണാത്ത അവസ്ഥകൾ വന്നാലും, നെഞ്ചിൻ്റെ ഭാരം കൂടിയാലും, കാൽവെപ്പുകളൊന്നും മുന്നോട്ട് വയ്ക്കുന്നത് ശരിയാവുന്നില്ലെങ്കിലും, അടുത്ത സ്റ്റെപ്പ് കാൽവെപ്പ് എങ്ങോട്ട് വയ്ക്കണമെന്ന് അറിയാതെ ഒരു ഇരുട്ടിൽ ഞാൻ ഉഴലുമ്പോഴും, പടുകുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് ഞാൻ വേച്ചു പോകുമ്പോഴും എന്നെ താങ്ങുന്നവൻ, കരുതലായി തണലായി കൂടെ നിൽക്കുന്നവൻ, എനിക്ക് തണലേകാൻ വെയിൽ കൊണ്ട് എൻ്റെ കുഴികളിലേക്ക് കരങ്ങൾ നീട്ടി എന്നെ ഉയർത്തിയെടുത്ത് എൻ്റെ വിറയ്ക്കുന്ന കാലുകളെ സുസ്ഥിരമാക്കി എൻ്റെ പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ ഒരു നവ്യഗാനം നിക്ഷേപിക്കുന്ന എൻ്റെ ഈശോ. കർത്താവേ, കാലുകളെ ആമേൻ. പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. സങ്കീർത്തകൻ ഹല്ലേലൂയ പാടി പ്രാർത്ഥിച്ചതുപോലെ ഈ സമയം ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിന്, ഈശോ തൻ്റെ പീഡാസഹനത്തിലൂടെ നമുക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും, നമ്മുടെ കുഴികളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പിടിച്ചുയർത്തിയതിനും എല്ലാത്തിനും നന്ദി പറയുക. ഈ 4 ദിവസങ്ങളിൽ കേട്ട വചനത്തെ ഓർത്ത് നന്ദി പറയുക. കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയ ആ മണിക്കൂറുകളെ ഓർത്ത് നന്ദി പറയുക. ഈശോയുടെ കൂടെ, ഈശോയുടെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കാൻ, വചനം പ്രാർത്ഥിക്കാനൊക്കെ ഈശോ തന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദി പറയുക. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ അവരെല്ലാം ഈശോ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുക. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ കുഴികളിൽ നിന്നും, നാശകരമായ ചേറിൽ നിന്നൊക്കെ നമ്മളെ പിടിച്ചുയർത്തിയ, സ്നേഹിച്ച, പാപങ്ങൾ പുറത്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് തന്ന നാവ് ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് തന്ന ഹൃദയം ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് തന്ന ശരീരം ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് തന്ന ഈ സമയത്തെ ഉപയോഗിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഓർത്തല്ലോ, അങ്ങ് ഞങ്ങളെ പരിഗണിച്ചല്ലോ. ദരിദ്രനായിട്ടും പാവപ്പെട്ടവനായിരുന്നിട്ടും കർത്താവെ പരിഗണിച്ചല്ലോ. രോഗിയായിരുന്നിട്ടും ഒറ്റയ്ക്കായിരുന്നിട്ടും അങ്ങ് പരിഗണിച്ചല്ലോ, സ്നേഹിച്ചല്ലോ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി പിടിക്കും. ഇനി മുന്നോട്ടുള്ളൊരു ജീവിതത്തിനൊരു കൃപയ്ക്ക് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു ധ്യാനം കൂടെ നമ്മൾ പൂർത്തിയാക്കി. നോമ്പിൻ്റെ ദിവസങ്ങൾ ഇനി നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തവണത്തെ വലിയ ആഴ്ച ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണം. ഓശാന മുതലുള്ള ദിവസങ്ങൾ വളരെ പ്രത്യേകമായിട്ട് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. നമ്മൾ ഈ ധ്യാനം പൂർത്തിയാക്കുന്നെങ്കിലും ഈ കേട്ട വചനങ്ങളൊക്കെ ജീവിക്കാൻ ഈശോ നമ്മളെ ഇനി വിളിക്കുകയാണ്. പൗലോസ്ലേഹയോട് ചേർന്ന് നമ്മൾ ആ തീരുമാനം ഈശോ മുമ്പിൽ ഏറ്റെടുക്കുകയാണ്. കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്നും ഞാനിനി തിരിച്ചു നോക്കുന്നില്ല. എൻ്റെ മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ നീങ്ങാണ്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ, ആ വചനം നമുക്കിങ്ങനെ ബോധ്യം തരുന്നുണ്ട്. കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട, കഴിഞ്ഞു പോയതിനെ ഓർത്ത് നീ ഇനി ചിന്തിക്കുക പോലും വേണ്ട. ഇതാ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഹീസ് ഗോയിങ് ടു ഡു എ തിങ് ആൻഡ് യു. ഒരു പുതിയ കാര്യം കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ്. ഈശോയ്ക്ക് കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ സങ്കടങ്ങളും വേദനകളും ഒക്കെ മറന്ന് കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾ, നൊമ്പരങ്ങൾ, പാപങ്ങൾ എല്ലാം മറന്നു കളഞ്ഞ് ഈശോ നൽകുന്നൊരു പുതിയ ജീവിതം നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈശോയ്ക്ക് കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, മുറിവേറ്റ കയ്യിൽ നീ ഒന്ന് പിടിച്ചാൽ ഈ മുറിവുകളെല്ലാം മറച്ചു കളഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ ഈശോ നിനക്കൊരു കൃപ നൽകും. കാലെടുത്ത് വെക്കാൻ ഒരു വെട്ടം ഈശോ തരും. ആ വെട്ടത്തിൽ മുമ്പോട്ട് നീങ്ങാൻ ഒരു ശക്തി കർത്താവ് തരും. സഹായത്തിന് പരിശുദ്ധാത്മാവിനെ തരും. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോവല്ല, ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കി അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ, ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും.
യോഹന്നാൻ 16:32 ഈശോ നമുക്ക് വേണ്ടി കൂടെ ആ വചനം വാക്ക് കടമെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടേച്ച് പോകുന്ന സമയം വരുന്നു, എന്നാൽ ഞാൻ ഏകനല്ല, എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ട്. പിതാവിൻ്റെ ഒരു സ്നേഹം പ്രിയപ്പെട്ട മക്കളെ നമ്മളെ മുന്നോട്ട് നയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മളെ മുന്നോട്ട് നയിക്കും. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചിനെ ഓരോ കാൽവെപ്പും മുന്നോട്ടായിരിക്കട്ടെ. പിന്നോട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകും. ഈശോയുടെ മക്കൾ ഈശോയെ നോക്കുകയും കുടുംബത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഓർക്കണ്ട, മാതാപിതാക്കൾ കഴിഞ്ഞ കാലത്തെ ആ ഒരു വിഷമങ്ങളെ ഓർക്കണ്ട, മക്കൾ തന്ന കഴിഞ്ഞ കാലത്തിൻ്റെ സങ്കടങ്ങളെ ഓർത്ത് നിങ്ങൾ ഇനി വ്യസനിക്കേണ്ട. ജീവിത പങ്കാളി കഴിഞ്ഞ കാലങ്ങളിൽ തന്ന സങ്കടങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട. ആരോട് ഇതൊക്കെ പറയാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് ഉള്ളിൽ ഒതുക്കി വെച്ച ആ നീറുന്ന നൊമ്പരങ്ങളെ ഇനി ഓർത്ത് അയവിറക്കേണ്ട. എല്ലാം കുരിശിലേക്ക് ഏറ്റുവെച്ച് കൊടുത്തേക്കുക. വരുന്ന നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ ഇനിയും പാപപരിഹാരമായിട്ട് എല്ലാം ഏറ്റെടുക്കാം. ഇനിയും സഹനത്തിന് ഒരു ശക്തി നൽകണമേ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓശാനയുടെ ദിവസങ്ങൾ വരുമ്പോൾ, ദുഃഖവെള്ളിയും പെസഹായും ഒക്കെ കടന്നു വരുമ്പോൾ, ദുഃഖശനിയുടെ നൊമ്പരങ്ങളെ ധ്യാനിക്കുമ്പോൾ, ഈസ്റ്ററിൻ്റെ പുത്തൻ പുലരി കൂടി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടുള്ള പ്രത്യാശയിൽ മുന്നോട്ട് ഈസ്റ്ററിൻ്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. ദുഃഖവെള്ളിയിൽ പാപങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമ്പോൾ, നിശബ്ദമായി ഈശോയെ ആരാധിക്കുന്ന ഒരു ദുഃഖശനി നമുക്ക് വരുമ്പോൾ, ഇതാ പ്രതീക്ഷയുടെ പുത്തൻ പുലരി, ഒരു പുതിയ ഈസ്റ്റർ. ലെറ്റ് us be ഈസ്റ്റർ പീപ്പിൾ. ഈസ്റ്ററിൻ്റെ ഉദ്ധാനത്തിൻ്റെ മക്കളായി, ഉദ്ധാനത്തിൻ്റെ ദൈവജനമായിട്ട് നമുക്ക് ജീവിക്കണം. ഒന്നും ആരോടും ഒന്നും നമുക്കിനി വിഷമങ്ങളില്ല, ഒന്നും ഉള്ളിലൊതുക്കി വെക്കുന്നില്ല. കുരിശിൽ ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തവൻ, പാപഭാരം ഏറ്റെടുത്തവൻ, നിൻ്റെ ഭാരങ്ങളും നിൻ്റെ സങ്കടങ്ങളും ഏറ്റെടുക്കും. ആ കുരിശിൽ നിന്നൊഴുകുന്ന സ്നേഹം മാത്രം മതി നിനക്ക്. ആ സ്നേഹത്തിന് വേണ്ടി ചോദിക്കുക, ഈശോയെ കാൽവരിലൂടെ ഒഴുകിയിറങ്ങുക, അങ്ങയുടെ സ്നേഹം എനിക്ക് നൽകണമേ. അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് കാരുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ, തിരുജലത്താൽ എന്നെ മുന്നോട്ട് നയിക്കണമേ. ഞാനതിൽ ശരണപ്പെടും. അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ, അങ്ങയുടെ സ്നേഹം ചൊരിയണമേ. മുന്നോട്ട് ശക്തിയോടെ ജീവിക്കാൻ കൃപ നൽകണമേ. വലതുകര ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും, വലതുകര ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. കർത്താവേ, എൻ്റെ കൈ പിടിക്കണം, എൻ്റെ കൈ പിടിച്ചങ്ങ് എന്നെ ശക്തിപ്പെടുത്തണം. ഞാൻ ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളിൽ, ഞാൻ നൊമ്പരപ്പെടുന്ന സമയങ്ങളിൽ, വീണ്ടും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്നെ മാടി മാടി വിളിക്കുമ്പോൾ ഈ കൈ ഞാൻ അങ്ങയുടെ നേരെ നീട്ടിപ്പിടിക്കും. ആ കയ്യിലങ്ങ് പിടിച്ചേക്കണമേ. കർത്താവേ, അങ്ങയുടെ കരം കൊണ്ട് എൻ്റെ കൈകളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഉൽപ്പത്തി 49:22 മുതലുള്ള വാക്യങ്ങൾ ജോസഫിൻ്റെ കരങ്ങളെ സ്വന്തം കരം കൊണ്ട് ശക്തിപ്പെടുത്തിയ ദൈവമാണ്. മക്കളെ, നിങ്ങളുടെ കരങ്ങൾ ഈശോ പിടിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 73 ആസാഫ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവിടെ നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഉപദേശം നൽകി അവിടെ നിന്നെ നയിക്കുന്നുണ്ട്. ഞാൻ വീഴാതിരിക്കാൻ അവിടെ നിൻ്റെ അടുത്ത് തന്നെയുണ്ട്. മഹത്വത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. ജെറമ്യാ പ്രവാചകൻ തൻ്റെ സങ്കടങ്ങൾക്കൊടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. സങ്കീർത്തനം 16:8 ദാവീദ് വിളിച്ച് പറയുന്നുണ്ട്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല, ഭയപ്പെടില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:32 മുതലുള്ള വാക്യങ്ങളൊക്കെ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? മുന്നോട്ട് നീങ്ങാം, കർത്താവിൻ്റെ കൃപയിൽ മുന്നോട്ട് നീങ്ങാം. നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാം, നമ്മുടെ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കാം, നമ്മുടെ ദേശത്തെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാം. കഴിഞ്ഞ കാലങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി കുരിശിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈസ്റ്ററിൻ്റെ മക്കളായി മുന്നോട്ട് ജീവിക്കാൻ മുമ്പുള്ള നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമാവട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. കരുണ ചൊരിയണമേ, ശക്തി നൽകണമേ. കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയിക്കാൻ ഒരു കൃപ നൽകണമേ. മറ്റാരിലേക്ക് നോക്കാതെ നിന്നെ മാത്രം നോക്കാൻ കൃപ നൽകണമേ. കുരിശുകൾ ഏറുമ്പോൾ, വേദനകൾ വരുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് മാത്രം വിളിക്കാൻ കൃപ നൽകണമേ. യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച പോലെ ദൈവമേ, നിന്നെ മാത്രം ഓർക്കാൻ കൃപ നൽകണമേ. കുരിശിൽ കിടന്നുകൊണ്ട് അപ്പാ എന്ന് നിലവിളിച്ച ഈശോയെ, നിന്നെ പോലെ അപ്പായെ മാത്രം നോക്കി നിലവിളിക്കാൻ കൃപ നൽകണമേ. 40 സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച പോലെ ആ കുഴിയിൽ കിടന്ന് നിന്നെ മാത്രം നോക്കി നിലവിളിക്കാൻ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അങ്ങേ തിരിഞ്ഞും അങ്ങേ മറന്നും ഞാനൊന്നും ചെയ്യുകയില്ലല്ലോ. അങ്ങേയല്ലാതെ വേറെ ആരെയും സ്നേഹിക്കില്ല ഈ ധരയിൽ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ
സ്നേഹിക്കുന്നേ ഈശോ. സ്നേഹിക്കുന്നേ യേശുവേ. കർത്താവേ, മുന്നിലുള്ള ജീവിതം എൻ്റെ മുമ്പിൽ എന്താണ് ഒരുക്കുന്നതെന്ന് അറിയില്ല. പാപങ്ങൾ ഇനിയും മാടി വിളിച്ചേക്കാം. തള്ളിപ്പറയേണ്ട അനുഭവങ്ങൾ ഇനിയും വന്നേക്കാം. കുരിശിൽ കിടക്കുമ്പോഴും സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥകളൊക്കെ വന്നേക്കാം. പ്രാർത്ഥന ഇത്രയുമേ ഉള്ളൂ. ഈശോ, നീ എന്നെ ഓർത്തേക്കണേ. എൻ്റെ അവസ്ഥകളെ നീ എന്നും കരുതിയേക്കണമേ. ഞാൻ ദരിദ്രനാകുമ്പോഴും പാവപ്പെട്ടവനാകുമ്പോഴും മുറിഞ്ഞു നിൽക്കുമ്പോഴും ഒറ്റയ്ക്കായി പോകുമ്പോഴും എന്നെ നീ ഓർത്തേക്കണമേ. ആ സ്നേഹം തന്ന് എന്നെ സൗഖ്യപ്പെടുത്തിയേക്കണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ. മുന്നോട്ട് ജീവിക്കാൻ കൃപ നൽകണമേ. എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഈ കുരിശെടുത്ത് നടക്കേണ്ടത് വന്നാൽ, അപ്രതീക്ഷിതമായി കുരിശുകൾ ഇനിയും വന്നാൽ, കർത്താവെ, അത് ഏറ്റെടുത്ത് നടക്കാൻ, നല്ല ശിഷ്യരായി ജീവിക്കാൻ കൃപ നൽകണമേ. ഈ സങ്കടങ്ങൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാതെ, ഈ തെറ്റിദ്ധാരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കാതെ, ഈ കലറുകൾക്ക് മുമ്പിൽ നിരാശപ്പെടാതെ ഈസ്റ്ററിൻ്റെ മക്കളാകാൻ, ഈസ്റ്ററിൻ്റെ അഭിഷേകത്തിലേക്ക് കടക്കാൻ, വരുന്ന നോമ്പിൻ്റെ ദിവസങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ ഞങ്ങളെ ശക്തിപ്പെടാൻ, ഓശാന പാടി അങ്ങേ ആരാധിക്കാൻ, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ, കുരിശിലങ്ങ് സഹിച്ച പീഡാസഹനങ്ങളെ ഓർത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ, പ്രതീക്ഷയോടെ ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കാൻ അഭിഷേകം നൽകണമേ. ആ സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ശക്തി നൽകണമേ. ഈശോയെ, ആരാധിക്കുന്ന ഈ സമയം, ഞങ്ങളെ വിട്ടുപോകാതെ ചേർന്ന് നിൽക്കുന്ന അങ്ങേ ഞങ്ങൾ മുറുകെ പിടിക്കുന്ന സമയം, ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്. കൃപ മുഴുവനായിട്ട് ഞങ്ങളേക്ക് നിറയ്ക്കണം. അങ്ങിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതെ, ആ കുരിശിൻ്റെ ചോട്ടിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകാതെ, യോഹന്നാനെ പോലെ അങ്ങയുടെ നെഞ്ചോട് ചേർന്നിരിക്കാൻ കൃപ നൽകണമേ. പത്മോസ് ദ്വീപിലെ 2 ഗുഹയിൽ ഒറ്റയ്ക്കായിരുന്ന യോഹന്നാൻ്റെ മുമ്പിലേക്ക് അങ്ങ് ഇറങ്ങി വന്നതുപോലെ, നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദ്വീപ് അനുഭവം, ഒരു പത്മോസ് ദ്വീപ് അനുഭവം ഉണ്ടായാൽ, ഒരു ഇരുട്ടുണ്ടായാൽ, ഒരു ഗുഹയുണ്ടായാൽ, ഒരു അന്ധകാരം ഞങ്ങളുടെ കണ്ണുകളെ മൂടിയാൽ, തേജോമയനായി പ്രകാശമായി അങ്ങൊരിക്കൽ കൂടി വരണമേ. ആ വെളിപാടിൻ്റെ താളുകൾ മറിയുമ്പോൾ സ്വർഗം കണ്ടതുപോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്ന ഈസ്റ്ററിൻ്റെ മക്കളാവാൻ, ഈസ്റ്റർ ജനതയാവാൻ പ്രകാശമായി ദിവ്യകുഞ്ഞാടെ അങ്ങ് ഇറങ്ങി വരണമേ. വെളിപാട് 14:1 കൊല്ലപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ചുറ്റും ശുഭ്രവസ്ത്രധാരികൾ, തിരഞ്ഞെടുക്കപ്പെട്ട 144,000 പേർ. അവർ ആ ദൈവത്തിൻ്റെ നാമം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആ കുഞ്ഞാടിനെ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. ദൈവകുഞ്ഞാടെ, അങ്ങേ ആരാധിക്കാൻ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം വരെ അങ്ങേ ആരാധിക്കാൻ, നിത്യസൗഭാഗ്യത്തിൽ എന്നും അങ്ങേ കണ്ട് ആരാധിക്കുന്ന, പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അവകാശികളായി ജീവിക്കാൻ കൃപ നൽകണമേ. കണ്ണുനീരെല്ലാം മാറട്ടെ, വേദനകളെല്ലാം മാറട്ടെ. കഴിഞ്ഞതെല്ലാം കടന്നുപോയി പുതിയ പ്രഭാതം വരുന്നു, പുതിയ ദിവസങ്ങൾ വരുന്നു. ഈസ്റ്റർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷ നിറയട്ടെ. ആ സ്നേഹത്തിൻ്റെ പുലരികൾ കർത്താവിൻ്റെ നോട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് നിറയട്ടെ. നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈശോയെ, കഴിഞ്ഞ കാലങ്ങളെ ഏറ്റെടുത്ത അങ്ങ്, എൻ്റെ ഈ ദിവസത്തെ ഏറ്റെടുത്ത അങ്ങ് നാളെ അനുഗ്രഹമാക്കണമേ. വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുക. സർവശക്തനായ ദൈവത്തെ, കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുക. പരിശുദ്ധൻ 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 എന്ന മാലാഖമാർ 3 തവണ പാടി ആരാധിച്ച ദൈവത്തെയാണ് ആരാധിക്കുക. ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരാനിരിക്കുന്നവനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവനുണ്ടായിരുന്നു, ഇന്ന് അവനുണ്ട്, നാളെയും അവനുണ്ടാകും. ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ മറന്ന, എൻ്റെ ഇന്നുകളെ അനുഗ്രഹിച്ച, എൻ്റെ നാളെയെ സ്ഥിരമാക്കി തരുന്ന ആ ദൈവമാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെല്ലാം തിരുസനിലേക്ക് കൊടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന ഈശോ ആരാധന ഈശോ ആരാധന 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 ആരാധന. ഈശോ ആരാധന ഈശോ ആരാധന ഈശോ ആരാധന. ഈശോയെ ആരാധന. ആയിരിക്കുന്നോനും ആമേൻ. വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ
പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിക്കാവോ? നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ത്യാഗത്തോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം 121 സങ്കീർത്തനത്തിൻ്റെ ഒരു അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ധ്യാനം ഇവിടെ പൂർത്തിയാകുകയാണ്. ഈശോയുടെ അനുഗ്രഹത്തോടെ നമ്മൾ ഈ ധ്യാനം പൂർത്തിയാക്കുകയാണ്. കർത്താവ് നമുക്ക് കാവലായി മുൻപിൽ കൂടെ ഉണ്ടാകും. ഒന്നിനെ ഓർത്തും ഭയപ്പെടാതെ, എവിടെയെങ്കിലുമൊക്കെ വിഷമിച്ചാൽ, സങ്കടപ്പെട്ടാൽ, കുരിശുകൾ വന്നാൽ, പ്രലോഭനങ്ങൾ വന്നാൽ, കാവലായി നിൽക്കുന്ന കർത്താവ്, എപ്പോഴും കാണുന്ന, നിന്നെ ഓർക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് ജീവിക്കണം. മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ കുപ്പിപ്പിടിക്കാം. 121 സങ്കീർത്തനം ഒന്ന് വായിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളത് ശ്രവിക്കുക. കാണാതെ അറിയാവുന്നവർ ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമ്മൾ ഈ ആരാധനയും നമ്മുടെ ഈ നോമ്പുകാല ധ്യാനവും പൂർത്തിയാക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനാകുന്നു, ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. വാഗീശസ്പന്ദന ശ്രുതിതാളം ആനന്ദദായക ദൃശ്യമേളം ഭാവരാഗതാളമയം ജീവിതം സർവേശ സമന്വിതമാകണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ഹരിത കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം വിതച്ചിറക്കണം, നനച്ചെടുക്കണം, അതിരണിഞ്ഞു പാകമാകണം.
കൊയ്തു 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 വിളവെടുക്കണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. പുരപ്പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ. ഇരുളകറ്റണം, മിഴിതുടയ്ക്കണം, ദൈവനീതി നടനമാടണം. പെയ്തു 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 കൃപയിറങ്ങണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ജപമാല ചൊല്ലുകയെന്നാൽ മറിയത്തോടൊപ്പം ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്നതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ